नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗതം करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡിൽ, അതായത് 8ാം ക്ലാസ്സിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. ഇന്ന് നാം ഇക്കായി 3 യൂണിറ്റ് 3യിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് 3 നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ 4 ലെസൺ അല്ലേ, 4 ലെസൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. पाठ 1 डॉक्टर के नाम मस्तूर का पत्र, देन पाठ 2 बात उस मंगलवार की, पाठ 3 दोहे और പാർട്ട് 4 ബെഡേവു അല്ലേ. ബെഡേവു എന്ന് പറയുന്നത് ഒരു നാടോടി കഥയാണ്. അത് നിങ്ങൾക്ക് അതിരിക്ത വാചനായിട്ട് വച്ചിരിക്കുന്നതാണ്. ആദ്യത്തേത് ഡോക്ടർ കെ നാം പർ മസ്തൂർ കാ പത്ര, അത് ഒരു കവിതയാണ്. പിന്നെയോ ബാത് ഉസ് മംഗൾവാർ കി, അത് ഒരു ഡയറിയാണ്. ഇപ്പം കവിത പാർട്ട് 1 ഒരു കവിത, പാർട്ട് 2 ഡയറി, പാർട്ട് 3 അത് കവിത തന്നെയാണ്, പക്ഷേ ദോഹെ ആണത്. അപ്പോൾ പ്രാചീന 2 കവികളുടെ ദോഹെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വായിച്ച് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ലോകകഥയായ ബെഡേവു. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് നീങ്ങാം. അപ്പോൾ എല്ലാവരും കയ്യിലൊരു ഷാർപ്പൻ ചെയ്ത പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ക്ലാസ്സുകളൊക്കെ ലെസണെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ടീച്ചർ എല്ലാത്തിൻ്റെയും നോട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കാരണം ഇത്രയും ഒരു യൂണിറ്റ് ഫുള്ളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ക്ലാസ് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. കൊച്ചു കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ എല്ലാവരും റെഡിയാണല്ലോ. आइए मेरे साथ. ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര അല്ലേ. അപ്പോൾ ആ യൂണിറ്റ് നിങ്ങൾക്ക് കാണാം. യൂണിറ്റിൽ എന്താണ്, ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ നാം ഇവിടെ കാണുന്നുണ്ട്. എന്താണത് എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ എന്താണ്? അസ്പതാൽ അല്ലേ. എന്താണ് അസ്പതാൽ? ജി ഹാ, ഹോസ്പിറ്റലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ യൂണിറ്റിൽ ഈ സിക്കായി अंधकार में दिया जलाने वाले लोगों की സംവേദനാശീലത को सूचित करती है. അതായത് ഇരുട്ടിൽ വെളിച്ചം പകരുന്ന ജനങ്ങളുടെ സഹാനുഭൂതിയെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ സൂചിപ്പിക്കുന്നത്. പിന്നെയോ പ്രശസ്ത ജർമ്മൻ കവിയായ ബെർത്തോൾഡ് ബ്രേക്സിന്റെ കവിതയായ ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര, അതായത് ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിസിഷ്യൻ സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ രമണി അഡ്കുരിയുടെ ഡയറി, പിന്നെ കബീർദാസ് റഹീം എന്നിവരുടെ ദോഹ, പിന്നെ ബെഡേവു എന്ന നാടോടിക്കഥ, ഇതൊക്കെയാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയത്. ടീച്ചർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്ന കവിതയിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ കവിയെ കാണാം അല്ലേ. കവി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യക്കാരനല്ല, ജർമ്മൻ കവിയാണ്. ജർമ്മൻ കവിയാണ്. പേരെന്താണ് മക്കളെ? നോക്കൂ, ബെർത്തോൾഡ് ബ്രേക്സ് അല്ലേ. ബെർത്തോൾഡ് ബ്രേക്സ്. നോക്കൂ, ഇവിടെ അസ്പതാൽ വെറുതെ അല്ല അല്ലേ. ബിൽഡിങ്ങിൽ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ കൈയും ഒക്കെ പലരുമായിട്ട് അവർ കൈകോർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ. പലരുമായിട്ട് കൈകോർത്ത് പിടിച്ചുള്ള നിൽപ്പാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ആ കൈകോർത്ത് പിടിച്ചിരിക്കുന്നതിന് പിന്നിൽ എന്താണ്? നമുക്ക് നന്നായിട്ട് ചിത്രത്തിനകത്ത് ഒരു ആശയം ഒളിച്ചിരിപ്പുണ്ടല്ലേ. എന്തായിരിക്കും അത്? അസ്പതാൽക്ക് സാത്തി അല്ലേ. അസ്പതാൽക്ക് ഒരുപാട് സാത്തിയുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ. ആരൊക്കെയാണത്? ദവാഖാന, നോക്കൂ, ഓരോന്നായിട്ട് നോക്കൂ. ദവാഖാന, പ്രയോഗശാല, പിന്നെയോ സ്കാനിങ് സെന്റർ, MRAC ചികിത്സാ കേന്ദ്ര ആദി അല്ലേ. എന്തൊക്കെയാണ്? മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, സ്കാനിങ് സെന്റർ ഉണ്ട്, MRI സ്കാൻ സെന്റർ ഉണ്ട്. ഒക്കെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് ഇല്ലേ. അപ്പം ഇവരെങ്ങനെ കൈകോർത്തൊക്കെ നിൽക്കുന്നത് എന്തിനായിരിക്കാം? നമുക്കറിയാം, ഇവിടെ ഡോക്ടർമാർ എന്ത് ചെയ്യുന്നു? സ്വന്തം തൊഴിലിനെ കേവലം പണം
സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണുന്നു അല്ലേ. അപ്പോൾ ഇത്തരം ഡോക്ടർമാർ എന്ത് ചെയ്യുന്നു, ലബോറട്ടറി, സ്കാനിങ് സെൻറ്റർ, മെഡിക്കൽ സ്റ്റോറും തുടങ്ങിയവരുമായിട്ട് കൈകോർത്ത് നിന്നുകൊണ്ട് പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുന്നു അല്ലേ. രോഗിയും ശോഷൺ കർത്തേഹം, രോഗികളെ ചൂഷണം ചെയ്യുന്നു. അതിനെക്കുറിച്ചൊരു അവയർനെസ് ആണ് ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനൊരു ശീർഷക ചോദിച്ചാൽ അതിനെന്താണ്, ചികിത്സാലയം വ്യാപാർ അല്ലേ, ചികിത്സാ കേന്ദ്രങ്ങളുടെ വ്യാപാരം അല്ലേ, അതെന്ന് വേണമെങ്കിൽ നമുക്കിതിനൊരു ഹെഡിങ് കൊടുക്കാം. എന്തായാലും നമുക്ക് ഈ മനോഹരമായ കവിതയിലേക്ക് വരാം, ബെർത്തോൾഡ് ബ്രെഖ്റ്റിൻ്റെ കവിതയിലേക്ക് വരാം. ബെർത്തോൾഡ് ബ്രെഖ്റ്റ് കാ ജന്മ ജർമ്മനിക്ക്, അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയായിരുന്നു, ജർമ്മനിക്ക് ഓട്സ്ബർഗുമേ 1898 ഹുവാ ഥ. 1898 അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ചത്. അംഗ്രേസി ഔർ ചീനി സാഹിത്യമേ ആ ബഹുത്ത് രുചി ലേഖത്തെ ഹെ. ഇംഗ്ലീഷിലും ചീനി സാഹിത്യത്തിലുമായിരുന്നു അദ്ദേഹത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ രുചി. രുചിമാനെ ഇൻട്രസ്റ്റ്. ആപ്പിനെ നിബന്ധ, നാടക, കവിത ആദി അനേക വിധാവുമേ രചനായും കി. അപ്പം നിബന്ധം, നാടകവും കവിതയും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പ്രമുഖ സമാജ് ദാർശനിക ഹെ. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, ഒരു സാമാജ് ദർശനികമാനെ തത്വചിന്തകനും ആയിരുന്നു. 1956 അഗസ്റ്റ് 14 को आपका देहांत हुआ. 1956 ഓഗസ്റ്റ് 14 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഏകദേശം അദ്ദേഹത്തെ എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി അല്ലേ. 1898 ജർമ്മനിയിലെ ഓങ്സ്ബർഗിൽ ജനിച്ചു. ഇംഗ്ലീഷും ചൈനീസ് സാഹിത്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രബന്ധവും നാടകവും കവിതയും തുടങ്ങി സാഹിത്യത്തിൻ്റെ ധാരാളം ശാഖകളിൽ അദ്ദേഹം രചനകൾ നടത്തി. പിന്നെ പ്രശസ്തനായൊരു തത്വചിന്തകനായിരുന്നു. 1956 ഓഗസ്റ്റ് 14 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. ഡാക്ടർ കെ നാം മസ്തൂർ കാ പത്ര. എന്താ മക്കളെ ഡാക്ടർ കെ നാം മസ്തൂർ കാ പത്ര? ഡോക്ടറുടെ പേരിൽ അല്ലേ, ഡോക്ടറുടെ പേരിൽ മസ്ദൂർ, ഒരു തൊഴിലാളികളുടെ കത്ത്. അപ്പോൾ ഡോക്ടർക്കായി തൊഴിലാളികളുടെ കത്ത് എന്നതാണ് ഈ പാഠത്തിൻ്റെ പേര്. ശരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്ന അതിൽ തന്നെ ഒരു മീനിങ് കാണും. ഇതിനകത്ത് മറ്റൊന്നുമല്ല ബർത്തോൾഡ് ആഗ്രഹിക്കുന്ന ഈ കവിത അദ്ദേഹം തന്നിട്ടുള്ളത് ഡോക്ടർക്കുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ഒരു കത്താണ്. അതായത് ഇന്നത്തെ രീതിയിൽ നിർഭാഗ്യവശാൽ ഭാരതത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥ ഇന്ന് തികച്ചും വളരെ ദയനീയമാണ്. അവരുടെ ജീവിതങ്ങളെല്ലാം ഇല്ലായ്മകളിൽ നിറഞ്ഞതാണ്. ഈ കവിതയിലൂടെ നമ്മുടെ കവി എന്താണ് ചെയ്യുന്നത്, തൊഴിലാളി വർഗത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അതിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ ശരിക്കും ഓരോ വരികളിലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാം. അപ്പോൾ ആ തൊഴിലാളി വർഗത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളത്, പട്ടിണിയാണ്. അവർക്കുള്ളത് ഗരീബി, അവർക്കുള്ളത് അവരുടെ ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഹമേ മാലൂം ഹേ अपनी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. हमें मालूम है अपनी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. ഇവിടെ എന്താണ്, തൊഴിലാളി വർഗം പറയുകയാണ്, ഹമേ മാലൂം ഹേ, ഞങ്ങൾക്കറിയാം. എന്താണ് ഞങ്ങൾക്കറിയാം എന്നുള്ളത്, അപ്പിനി ബീമാരി കാ കാരൺ, ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം. ബീമാരി മാനെ അസുഖം, ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം ഞങ്ങൾക്കറിയാം. അതെന്താണ് മക്കളെ, ഏക്ക് ചോട്ടാസ ശബ്ദ ഹേ, അതൊരു ചെറിയ ശബ്ദമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്, ഒരു ചെറിയ വാക്കാണ്. അതെന്താണ്, അതെന്താണെന്ന് ലാസ്റ്റിലാണ് കവി പറയുന്നത് കേട്ടോ. അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാൻതേ ഹേ, അത് എല്ലാ പേർക്കും അറിയാം. പർ കഹ്താ കോയി നഹീം, എന്നാലോ ആരും പറയുന്നില്ല. എല്ലാവർക്കും അറിയാം,
ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക്, ഈ രോഗത്തിന് കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ്, ആരും അത് പറയുന്നില്ല. അതൊരു ചെറിയ വാക്കാണ്, പക്ഷെ എന്നിട്ട് പോലും അത് ആരും പറയുന്നില്ല എന്ന് കവി ഖേദപൂർവ്വം സൂചിപ്പിക്കുകയാണ്. जब बीमार पड़ते हैं तो बताया जाता है सर तुम्हें डॉक्टर हमें भेजा सकते हो. എന്താണ് ജബ് ബീമാർ പടുത്തേ ഹേം, അപ്പോൾ എന്താണ്, ചിലപ്പോൾ എപ്പോഴാണോ നമുക്കൊരു അസുഖം വരുന്നത്, അപ്പോൾ എന്താ പറയുന്നത്, തോ പെദായ ജാത്താ ഹേ, അപ്പോൾ പറയപ്പെടുന്നു. എന്താ പറയപ്പെടുന്നത്, സിർഫ് തുമീം ഡോക്ടർ ഹമേ ബജാ സക്തേ ഹോ, ആ ഡോക്ടർ അങ്ങേൾക്ക് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയൂന്ന്, ഇത്ര മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ അസുഖം വരുന്നു, അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, താങ്കൾക്ക് മാത്രമേ ഞങ്ങളെ ബച്ചാന രക്ഷിക്കൂ, സേവ് ചെയ്യുക, ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ താങ്കൾക്ക്, അങ്ങേക്ക് മാത്രമേ എന്ന് പറയുന്ന, അങ്ങേ എന്ന് പറയുന്ന ആരെയും, ഡോക്ടർ. അപ്പോൾ അതായത് ഡോക്ടർക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷെ ഞങ്ങളുടെ അസുഖം എന്താണ്, അതിനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരല്പം അസുഖം വന്നാൽ നമുക്ക് എന്താ പറയുള്ളൂ, ഞങ്ങളെ രക്ഷിക്കാൻ ഡോക്ടർക്കേ കഴിയൂ എന്ന് പറയുന്നു അല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ മക്കളെ ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ യഥാർത്ഥ രോഗം? തൊഴിലാളി വർഗത്തിന്റെ യഥാർത്ഥ രോഗം ഗരീബി, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് അല്ലേ. അത് പറയാനാണ് കവി ഇവിടെ ആഗ്രഹിക്കുന്നത്. അടുത്ത ലൈനിലേക്ക് നോക്കൂ. जनता के पैसे से बना बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने, तब तो तुम हमें अवश्य अच्छा कर सकोगे. क्या सचमुच तुम्हें ഹമീം സ്വസ്ഥ കർ സക്തേ ഹോ. അതാണ് ജനതയ്ക്ക് പൈസേ ബനെ. ജനത മാനെ നമ്മൾ, ലോക്, നാമാകുന്ന ആളുകൾ, നാമാകുന്ന ജനത. ജനതയ്ക്ക് പൈസേ ബനെ, അതായത് ആളുകളുടെ പൈസ കൊണ്ട് ബനെ ഉണ്ടാക്കിയിട്ടുള്ള ബഡേ ബഡേ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെല്ലാം എന്താണ്, നാമാകുന്ന ജനങ്ങളുടെ പൈസ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അല്ലേ. അത് ആർക്കും സ്വന്തമല്ല, ഇത് നാമാകുന്ന ജനങ്ങൾക്കെല്ലാം സ്വന്തമാണ്. അവിടെ എന്ത് ചെയ്യുന്നു, खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഞങ്ങളാകുന്ന ജനങ്ങളുടെ പൈസ കൊണ്ട് നിർമ്മിച്ച ഈ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾ പൈസ ചിലവഴിച്ച് 10 വർഷത്തോളം നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, 10 വർഷം പഠിച്ച് നിങ്ങൾ ഡോക്ടറായത്. അപ്പം നിങ്ങൾക്ക് ഡോക്ടറാവാൻ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ മെഡിക്കൽ കോളേജുകൾ വേണം അല്ലേ. അവിടെയാണ് നിങ്ങൾ ഇത് പഠിച്ച ഡോക്ടറിക്ക് ശിക്ഷ, MBBS ഒക്കെ എടുത്തത് അല്ലേ. ശിക്ഷ മാനെ എഡ്യൂക്കേഷൻ നിങ്ങൾ എല്ലാം ക്വാളിഫിക്കേഷൻ നിങ്ങൾ എടുത്തത്. എന്നിട്ടോ തബ് തുമ്നെ തോ ഹമേ അവശ്യ അച്ചാ കർ സകോഹേ. അപ്പം നിങ്ങൾ എന്താണ്, ഞങ്ങളായ ഇങ്ങനെയുള്ള ഇത് എടുത്ത നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളാകുന്ന സാധാരണക്കാരെ എന്ത് ചെയ്യണം, ചികിത്സിച്ച് ഭേദമാക്കണം. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. കാരണം ഞങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കി മെഡിക്കൽ കോളേജുകളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറായി. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞങ്ങളെ അസുഖം വരുമ്പോൾ ചികിത്സിച്ച് ഭേദമാക്കണം. ക്യാ സച്മുച്ച് തും ഹമേ സ്വസ്ഥ കർ സക്തേ ഹോ. എന്താ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ആരോഗ്യ, സ്വസ്ഥമാന ഹെൽത്ത്, ഞങ്ങളുടെ ആരോഗ്യം തിരിച്ചു തരാൻ സാധിക്കുമോ, അതായത് ഞങ്ങളെ ചികിത്സിച്ച് നേരെയാക്കുവാൻ സാധിക്കുമോ, ഞങ്ങളുടെ ഈ അസുഖം നിങ്ങൾക്ക് മാറ്റിത്തരാൻ സാധിക്കുമോ എന്ന് കവി ചോദിക്കുകയാണ്. മനോഹരമായ ചോദ്യമാണ് കവി ചോദിക്കുന്നത് അല്ലേ. വീണ്ടും എന്താ പറയുന്നത്, തുമാരേ പാസ് ആത്തേ ഹേ ജബ് ബദൻ പർ ബെചെ ചിത്തടേ ഖീഞ്ച് കർ കാൻ ലഗാ കർ സുനത്തെ ഹോ തും हमारे नंगे जिस्मों की आवाज खोजते हो कारण शरीर के भीतर. നോക്കൂ എന്താണ് കവി പറയുന്നത്, തുമാരേ പാസ് ആത്തേ ഹേം, നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അടുത്ത് വരുന്ന എപ്പോഴാണ്, അസുഖമുള്ളപ്പോഴല്ലേ. അതായത് ജബ് ബദൻ പർ ബജെ, നാം എന്ത് ചെയ്യുന്നു മക്കളെ, ബദൻ പർ ബജെ. ബദൻ എന്താണ്, നമ്മുടെ ശരീരം അല്ലേ. ബദൻ ബോഡി, നമ്മുടെ ശരീരത്തിൽ ബജെ അവസാനം ശേഷിക്കുന്ന ചിതടേ ഖീഞ്ച് കർ. എന്താണ് ചിതട,
ഒരു കീറിയ തുണി എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നാം അസുഖമാകുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു? ക്ഷീണിക്കുന്നു. അപ്പോൾ ശരീരത്തെ ഇവിടെ ഒരു കീറ തുണിയായിട്ട് അല്ലേ, അപ്പോൾ ആ ഒരു കീറ തുണിയായിട്ടാണ് നാം എന്ത് ചെയ്യുന്നു? വരുന്നത് അല്ലേ. കാൻ ലഗാക്കർ സുൻതേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുക? കാൻ ലഗാക്കർ സുന്ന മാനെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആ ചെവി തുറന്നു വെച്ച് കേൾക്കാൻ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹോ തും ഹമാരെ നംഗേ ജിസ്മോം കി ആവാസ്, എന്ത് കേൾക്കണം? നമ്മുടെ നംഗേ ജിസ്മോം കി ആവാസ്, നമ്മുടെ ഈ പാവപ്പെട്ട ജിസ്മാനെ ശരീരം, നമ്മുടെ ഈ ശരീരത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. കാരണം ഞങ്ങൾ എന്ത് ചെയ്യുക? തൊഴിലാളികളായ ഞങ്ങൾ ദാരിദ്ര്യം കാരണം ക്ഷീണിച്ച ശരീരവുമായാണ് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. ആ ക്ഷീണിച്ച ശരീരത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. എന്നിട്ടോ കോജിത്തേ ഹോ കാരൺ ശരീർ കെ ഫീദർ, ഈ ശരീരത്തിനകത്ത് എന്താണ്? നമ്മുടെ ശരീരം എന്ന് പറയുന്നപ്പോൾ ഒരു കീറ തുണിയായിട്ട് മാറി. അങ്ങനെ ദയനീയമായാണ് ഞങ്ങൾ നിങ്ങളുടെ പരമദരിദ്രരായ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ടോ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക്, നമ്മുടെ ഈ ദയനീയമായ അവസ്ഥയ്ക്കുള്ള കാരണം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ? കവി ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡോക്ടർമാർ അതിന് ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ് കവി ഇവിടെ പറയുന്നത് അല്ലേ. ഞങ്ങളുടെ ശരീരത്തിൽ വീണ്ടും അവശേഷിക്കുന്ന ജീവനും ധരിച്ചിരിക്കുന്ന ഈ തുണിക്കും നാം ധരിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ എങ്ങനെയാണ്? കീറിപ്പറഞ്ഞ വേഷമാണ് നമ്മുടെ ബോഡിയിൽ ഇട്ടേക്കുന്ന. കാരണം നമ്മുടെ ദാരിദ്ര്യം, ഈ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതായത് നംഗേ ജിസ്മോം കി ആവാസ് കോജിത്തേക്ക് കാരൻ ശരീർ കെ ഫീദർ, അപ്പോൾ അങ്ങനെയുള്ള ഈ ശരീരത്തും കൊണ്ടുവരുന്ന ഞങ്ങളുടെ ഈ ശരീരത്തിനകത്തുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാനെങ്കിലും സാധിക്കുമോ എന്നാണ് കവി ചോദിക്കുന്നത്. പിന്നെയോ പർ അഗർ ഏക് നസർ ശരീരിക്കേ ചിതടോം പർ ഡാലോ, എന്നിട്ടോ പർ എന്നാൽ അഗർ ഏക് നസർ ഒരു ചെറിയ നോട്ടം നിങ്ങൾ എന്ത് ചെയ്യണം? ശരീർക്കേ ചിതടോം കെ പർ, ഈ തുണിയിട്ടിരിക്കുന്ന നമ്മളുടെ ശരീരത്തിനകത്തേക്ക് നിങ്ങൾ ഒരല്പമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുമോ? ഒരല്പം നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമോ? അതായത് അത്രയ്ക്കുള്ള പരമദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾക്ക് അല്ലേ. ഓ ഷായദ് തുമേ സ്യാദാ ബെദ് സകേങ്കോ ഖിസുപിട്ട് ജാത്തേ ഹേ ഹമാരേ ശരീർ ഔർ കപ്പടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മക്കളെ? ഞങ്ങളുടെ ഈ വസ്ത്രങ്ങളും ശരീരവും ഒക്കെ ഇങ്ങനെ കിസ്പിട്ട് മാനെ ഓൺ ഔട്ട്, തേഞ്ഞു പോയത്, നമ്മളിങ്ങനെ തേഞ്ഞു പോയതിനുള്ള കാരണം, അതായത് നമ്മളിങ്ങനെ മെലിഞ്ഞു പോയതിൻ്റെ കാരണം എന്താണ്? കാരണം ഇത് രണ്ടും ഒന്നാണ്. അത് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ്. അതായത് നാമാകുന്ന തൊഴിലാളികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, അതിൻ്റെ എല്ലാം നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ പങ്കു പറ്റുന്നുണ്ട്. പക്ഷെ നാം ഈ അവസ്ഥയ്ക്ക്, നമ്മുടെ ഈ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് നിങ്ങളായ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്യുന്നില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. മനോഹരമായിട്ടാണ് കവി തൊഴിലാളികളുടെ അവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബസ് ഏക് ഹി കാരൺ ഹേ ദോനോം കാ വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ, ബസ് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഏക് ഹി കാരൺ, ഒരേ ഒരു കാര്യം. അതെന്താ മക്കളെ? ദോനോം കാ, ഇത് രണ്ടിൻ്റെയും, ഏതിൻ്റെയാണ്? ഈ ശരീരത്തിൻ്റെയും ഈ വസ്ത്രത്തിൻ്റെയും കീറിപ്പറഞ്ഞ അവസ്ഥയ്ക്ക് കാരണം ഒന്നേ ഉള്ളൂ. വ ഏക് ഛോട്ടാസാ ശബ്ദ് ഹേ, അതെന്താണ്? ഒരു ചെറിയ ശബ്ദമാണ്. എന്താണ്? ജിസേ സബ് ജാൻതേ ഹിം പർ കഹതാ കോയി നഹിം, അത് എല്ലാ പേർക്കും അറിയാം, അത് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം, എന്നാലോ നിങ്ങൾ ആരും തന്നെ അത് പറയുന്നില്ല. അതായത് നമ്മുടെ കവി ഇവിടെ ആ ഗരീബിയെ ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലേ. തും കഹത്തെ ഹോ കന്ധേ കാ ദർദ് ടീസ്താ ഹേ നമി ഓർ സീലൻ കാ വജഹ് സേ, ഡോക്ടർ തുമീ ബതാവോ യഹ് സീലൻ കഹാം സേ ആയി. വീണ്ടും ചോദിക്കുകയാണ് അല്ലേ. എന്താണ് ചോദിക്കുന്നത്? വീണ്ടും തൊഴിലാളി ഡോക്ടറോട് ചോദിക്കുന്നു, തും കഹത്തെ ഹോ കന്ധേ കാ ദർദ് ടീസ്താ ഹേ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ കന്ധേ ഷോൾഡർ, തോളാണ്, തോളിൽ ദർദ് പെയിൻ ആണ് കേട്ടോ മക്കളെ, വേദന. ടീസ്താ ഹേ, ടീസിനെ വീണ്ടും നമുക്ക് വീണ്ടും നമുക്ക് ആ തോളിലെ വേദന വീണ്ടും അത് വേദന ഉണ്ടാക്കുന്നു. നമി ഓർ സീലൻ കാ വജഹ് സേ, എന്തുകൊണ്ടാണ് നമ്മുടെ തോളിൻ്റെ വേദന വീണ്ടും വരുന്നത്? അത് വരുന്നതിന് കാരണം എന്താണ്? അതിൽ സീലൻ കി സീലൻ എന്താ മക്കളെ? അത് നനഞ്ഞിരിക്കുന്നുണ്ട്, അതിൽ ഈർപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ഈർപ്പം
ഡോക്ടർ തുമീ ബതാവോ ഏഹ് സീലൻ കഹാംസയായി. എന്താ ഡോക്ടർ നിങ്ങൾ തന്നെ പറയും, ഈ ഈർപ്പം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ ഈർപ്പം വരുന്നതെന്ന്. അപ്പോൾ വീണ്ടും കവി ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ ശരീരം എല്ലാം ദുർബലം അല്ലേ, വളരെ മെലിഞ്ഞിരിക്കുന്നു, കയറിപ്പറഞ്ഞ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഇപ്പം നമുക്കെല്ലാം തോളൊക്കെ വേദനിക്കുന്നു, അതിനെല്ലാം കാരണം ഈർപ്പമുള്ള ഡ്രസ്സാണ് എന്ന് പറയുന്നു അല്ലേ. ആ ഈർപ്പമുള്ള ഡ്രസ്സ് ഇട്ടതിൻ്റെ ഈർപ്പത്തിൻ്റെ കാരണമാണ്, ഈർപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിയർപ്പ് അല്ലേ. അപ്പോൾ എന്താണ് അതിന് കാരണം, അത് ആ ഈർപ്പം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുമോ. അപ്പോൾ ഈ ചോദ്യം എല്ലാം സമൂഹത്തോട് കവി ചോദിക്കുകയാണ്. देखिए बच्चों, बहुत ज्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें. അതാണ് കാര്യം. എന്താണ് ബഹുത്ത് സ്യാദാ കാം, നമ്മുടെ ജോലി എങ്ങനെയാണ്, നിങ്ങളെ പോലെയല്ല, നമ്മുടെ ജോലി എങ്ങനെയാണ് മക്കളെ, വളരെ കൂടുതലാണ്, തൊഴിലാളികളുടെ ജോലി കൂടുതലാണ്, പക്ഷെ അവർക്ക് എന്തേ കിട്ടാറുള്ളൂ, ബഹുത്ത് കം ഭോജൻ, വളരെ കുറച്ച്, കമ്മാന് കുറച്ച് അല്ലെ, കുറച്ച് ആഹാരം. അപ്പൊ സ്യാദാ കം, സ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ, കൂടുതൽ ജോലിയും കം ഭോജനും അല്ലേ. അതെന്ത് ചെയ്തു, ദുബലാക്കർ ദിയ, ദുബലാക്കർന നമ്മളെ എന്ത് ചെയ്തു, നമ്മളുടെ ശക്തി ക്ഷയിപ്പിച്ചു അല്ലേ, നമ്മളെ എന്ത് ചെയ്തു, ദുബലാക്കർ ദിയ, നമ്മളുടെ ശോഷിപ്പിച്ചു. പിന്നെയോ നമ്മുടെ ആ ദൗർബല്യം എന്ത് ചെയ്തു, ഹമേം ന്യൂസ്പേപ്പർ ലിഖ്തേ ഹോ, നമ്മളെ എന്ത് ചെയ്യുന്നു, ന്യൂസ്പേപ്പർ ലിഖ്തേ ഹോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം, ഈ ജോലി കൂടുതലും പകരം നമുക്ക് അതിനുള്ള ആഹാരമൊന്നും ലഭിക്കുന്നില്ല, അതാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ശോഷണത്തിന് കാരണം. അതായത് ഇവിടെ ദാരിദ്ര്യത്തെ വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ടോ और वजन बढ़ाओ, यह तो वैसा ही है, दलदली घास से कहो कि वह खुश्क രഹേ. നോക്കൂ എന്താ മക്കളെ പറയുന്നത്, വസൻ ബഡാവോ, അതൊരു മെയിൻ പോയിന്റ് ആണ് അല്ലേ കവിതയിൽ. അതായത് ഡോക്ടർമാർ അവരുടെ കുറിപ്പിൽ എന്താ എഴുതി കൊടുക്കുന്നത്, ഇനിയും തൂക്കം കൂട്ടാൻ അല്ലേ, നമ്മുടെ വെയിറ്റ് കൂട്ടാൻ, വസൻ വെയിറ്റ് എന്ത് ചെയ്യുക, ബഡാവോ കൂട്ടാൻ, വസൻ വെയിറ്റ് കൂട്ടാനാണ് പറയുന്നത്. അത് ഇങ്ങനെ പറയുമ്പോൾ അത് എന്താണ്, അത് അങ്ങനെ പറയുന്നത് കൊണ്ട് ഇങ്ങനെയാണ് തോന്നാനുള്ളത്. എന്താണ്, ദൽദലി ഖാസേ കഹോ കി വഹ് ഖുഷ്ക് രഹേ. അപ്പം ഇങ്ങനെ തൂക്കം കൂട്ടുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, ചതുപ്പിൽ നിൽക്കുന്ന പുല്ല് ഉണങ്ങി നിൽക്കുന്നു എന്ന് പറയും പോലെയാണ് അല്ലേ. അപ്പോൾ അതായത് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഇവർക്ക് വെയിറ്റ് കൂട്ടണമെങ്കിൽ എന്ത് വേണം മക്കളെ, പട്ടിണി മാറണം. പട്ടിണി മാറാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതായത് ചതുപ്പിൽ നിൽക്കുന്ന പുല്ല് ഉണങ്ങി നിൽക്കുന്നത് പോലെയാണ്. അപ്പോൾ ഡോക്ടർമാർക്ക് എന്താണ്, ഇവരുടെ വിഷമങ്ങളൊന്നും അറിയാൻ സാധിക്കുന്നില്ല അല്ലേ. കുഷ്കുമാന് സൂക്ക് അല്ലേ, ഡ്രൈഡ് ഉണങ്ങിയ, ഖാസ് പുല്ല് കേട്ടോ, ദൽദലി ചതുപ്പ് സ്ഥലമാണ്. डॉक्टर तुम्हारे पास कितना वक्त है, हम जैसों के लिए क्या हमें मालूम नहीं, तुम्हारे घर के एक कालीन की कीमत 5,000 മരീസോം സേ മിലി ഫീസ് കെ. നോക്കോ, അപ്പോൾ ഡോക്ടർമാരുടെ അവസ്ഥ എങ്ങനെയാണ്. തൊഴിലാളി വീണ്ടും, മസ്ദൂർ വീണ്ടും ഡോക്ടറോട് ചോദിക്കുകയാണ്, തുമാരെ പാസ് കിത്നാ വക്ത് ഹേ, താങ്കളുടെ കയ്യിൽ എത്രത്തോളം വക്ത് ഹേ, സമയമുണ്ട്, ഹം ജയ്സോം കേലി, നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ അങ്ങയുടെ കയ്യിൽ എത്രത്തോളം സമയമുണ്ട്, ക്യാ ഹമേ മാലൂം നെഹിം, അത് നമുക്ക് അറിയില്ല, ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ അങ്ങയുടെ കയ്യിൽ എത്തുമാത്രം സമയമുണ്ട്, അത് നമുക്കറിയില്ല. എന്നാലോ തുമാരെ ഘർക്കെ ഏക്ക് കാലീൻ കി ഹിമ്മത്ത്, നിങ്ങളുടെ വീട്ടിലെ ഒരു കാലീൻ എന്താ മക്കളെ, കാർപ്പറ്റ്, ഒരു കാർപ്പറ്റിൻ്റെ വില, കീമത്ത് അതിൻ്റെ വില 5,000 മരീസോം സേ മിലി ഫീസ് കെ. നിങ്ങളുടെ ഒരു കാർപ്പറ്റിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്, 5,000 500 രോഗികളിൽ നിന്ന്, മരീസ് രോഗികളിൽ നിന്നും കിട്ടുന്ന ഫീസാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലിട്ടിരിക്കുന്ന ഒരു കാർപ്പറ്റിന് നാമാകുന്ന 500 രോഗികളിൽ നിന്നും വാങ്ങുന്ന ഫീസാണ് വില. അതായത് അത്ര വില കൂടിയ കാർപ്പറ്റാണ് അങ്ങ് അവിടെ ഇടുന്നത് അല്ലേ. അപ്പം അത്രത്തോളം അവർക്കുള്ള വരുമാനം അത്രത്തോളം ഉണ്ട്. ബരാബർ ഹേ ബേശക് ഹം കഹോഗെ ഇസ്മേൻ തുമാരാ കോയി ദോഷ് നഹീ, ഹമാരെ കർ കി ദീവാർ പർ ചായി സീലൻ ഫിർ യഹി കഹാനി ദോഹരാത്തി ഹേ. അല്ലേ, എന്താണ് പറയുന്നത്,
ഇതിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ബരാബർ ബേശക്ക് തും കഹോഗെ. ഇതിന് നിങ്ങൾ എന്തു പറയും? ബേശക്ക് നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും. ബേശകുമാനെ തീർച്ചയായിട്ടല്ലേ നിങ്ങൾ പറയും. തും കഹോഗെ നിങ്ങൾ പറയും. ഇസ്മേൻ തുമാരാ കോയി ദോഷം നഹി. ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നിങ്ങൾ പറയും അല്ലേ? എന്നിട്ടോ ഹമാരേ ഘർ കി ദീവാർ പർ ഛായി സീലൻ ഭി. നമ്മുടെ ഇതിൽ നിങ്ങൾ പറയും നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന്. എന്നാൽ ഞങ്ങളുടെ വീട്ടിലെ ഭിത്തിയിലെ നനവിന് പോലും, ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിലെ ഒരു ഈർപ്പത്തിന് പോലും യഹി കഹാനി ദുഹരാത്തി ഹേ, ഈ കഥ അറിയാം അല്ലേ? നിങ്ങളെല്ലാം ഇട്ടിരിക്കുന്ന ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഫലമാണ് നിങ്ങളുടെ വീട്ടിലെ ഓരോ സാധനങ്ങളെന്നും ഞങ്ങളുടെ വീട്ടിലുള്ള ഓരോ ഭിത്തിയിലെ നനവിനും അറിയാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പിനി ബീമാരി കാ കാരണം എന്താണ്? ഹമേ മാലൂം ഹേ. അപ്പിനി ബീമാരി കാ കാരണം നമുക്കറിയാം നമ്മുടെ ബീമാരിയുടെ കാരണം, നമ്മുടെ അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. എന്താ മക്കളെ അവരുടെ അസുഖത്തിൻ്റെ കാരണം? വഹ് ഏക് ഛോട്ടാസാ ശബ്ദ ഹേ. വഹ് അതൊരു ചെറിയ ശബ്ദമാണ്. ജിസേ സബ് ജാൻതേ ഹേ, അതിനെ എല്ലാ പേർക്കും അറിയാം. പർ കേതാ കോയി നഹീം, എന്നാൽ ആരും പറയുന്നില്ല. ക്യാ ഹേ ഏ കവിതയ്ക്ക് അന്തുമേം അല്ലേ, ലാസ്റ്റ് ലൈനിൽ അന്തിം പങ്ക്തിയിൽ എന്തുണ്ട്? ആ ശബ്ദം, ആ ചെറിയ ശബ്ദം. എന്താ ശബ്ദം? ബോലിയേ മേരെ സാത്ത്. ഓ ഹേ ഗരീബി. ക്യാ ഹേ? ഗരീബി. അതെ, അതാണ് ഗരീബി, പട്ടിണി, ദാരിദ്ര്യം. അതാണ് നമ്മുടെ കവി ഈ സമൂഹത്തിലെ വ്യവസ്ഥകളെക്കുറിച്ച്, നിലനിൽക്കുന്ന വ്യവസ്ഥകളെക്കുറിച്ച്, ചികിത്സാലയങ്ങളുടെ നേരെ അല്ലേ, മെഡിക്കൽ ഫീൽഡിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു വാക്കാണിത്, ഗരീബി. അപ്പം നല്ല മനോഹരമായ ഒരു കവിതയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ബാത്ത് ഊസ് മംഗൾവാർ കി അല്ലേ, ഡോക്ടർ രമണി അഡ്ഗുരിക്ക് ഡയറിയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഡയറി എഴുതിയ കഥാകാരിയെ കാണാൻ നോക്കൂ. ആരാണ് സാഹിത്യകാരി? ഡോക്ടർ രമണി അഡ്ഗുരി, സാമുദായിക സ്വാസ്ഥ്യ ചികിത്സക് ഹേ. അപ്പോൾ രമണി അഡ്ഗുരി ആരാണ് മക്കളെ? സാമുദായിക സ്വാസ്ഥ്യ ചികിത്സക, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിസീഷ്യൻ ആണ് നമ്മുടെ രമണി അഡ്ഗുരി. സാമുദായിക ചികിത്സാമേ സ്നാതകോത്തർ ഉപാധി ഹേ. സാമുദായിക ചികിത്സാമേം സ്നാതകോത്തർ ഉപാധി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സാമൂഹിക ആരോഗ്യ ചികിത്സയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. സാമുദായിക ചികിത്സാമേം സ്നാതകോത്തർ ഉപാധി. ഓക്കെ, അപ്പോൾ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഒരു ചികിത്സാക്കാരി നോക്കൂ. ഒഡീസ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് के आदिवासी इलाकों में प्राथमिक स्वास्थ्य में പിച്ചലെ 20 സാലോം കെ കാര്യരത്. അപ്പം മഹത്തായ ഒരു വനിതയാണ് അല്ലേ? എന്താണ്? ഒഡീസ, അതായത് ഒഡീഷയിലും മധ്യപ്രദേശിലും പിന്നെ ഛത്തീസ്ഗഡിലും എന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള എവിടെയാണ് മക്കളെ? ആദിവാസികൾക്കിടയിൽ പ്രാഥമിക ആരോഗ്യ കാര്യങ്ങളിൽ നമ്മുടെ രമണി എന്ത് ചെയ്യുന്നു? 20 വർഷമായി പ്രവർത്തിക്കുന്നു. അപ്പം ശരിക്കും ഒരു മഹത്തായ വനിതയാണ് അല്ലേ? സ്വാസ്ഥ്യ കാര്യകർത്താവുമേം, അതുപോലെ സ്വാസ്ഥ്യ കാര്യകർത്താവുമേം പിന്നെയോ ദായിയോ വ നഴ്സോം को प्रशिक्षण भी देती रही है. നോക്കൂ മക്കളെ, ആരോഗ്യ പ്രവർത്തകർക്കും അതോടൊപ്പം ഈ എന്താണ് മക്കളെ, അവിടെ ഈ ആദിവാസികളുടെ ഇതിലേക്ക് പ്രസവം എടുക്കുന്നവരെ വയറ്റാട്ടികൾ എന്നൊക്കെ പറയും. അപ്പം അതാണ് ദായിയോം എന്ന് പറയുന്ന വേർഡ് കേട്ടോ. അപ്പം അങ്ങനെ പ്രസവം എടുക്കുന്ന അവർക്കും പിന്നെ നഴ്സുമാർക്കും ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രശിക്ഷൺ നടത്തുന്നു. പ്രശിക്ഷൺ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് നടത്തുന്നു. ഇതൊക്കെ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നു. അപ്പോൾ അത്ര മഹത്തായ ഒരു വനിതയാണ് രമണി അഡ്ഗുരി. അപ്പോൾ രമണി അഡ്ഗുരിയുടെ ഒരു ഡയറി കുറിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. നോക്കൂ, ആജ് മംഗൾവാർ ഹേ. അപ്പോൾ ഡയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ദിവസത്തെ കാര്യം അല്ലേ, അതൊരു എവിടെയെങ്കിലും പോയൊരു സംഭവത്തെക്കുറിച്ച് നടന്ന ഒരു കഥയെക്കുറിച്ച്, നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. നോക്കൂ, ആജ് മംഗൾവാർ ഹേ, ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നു. ഓർ മൈം അചാൻ കമാർ അഭയാരണ്യ, അത് ഛത്തീസ്ഗഡിലാണ്. ബസെ ബ്രാഹ്മണി ഗാവ് മേം ഹൂ. അപ്പം അത് ഛത്തീസ്ഗഡിലുള്ള ബ്രാഹ്മണി ഗ്രാമത്തിലായിരുന്നു നമ്മുടെ ഇവിടെ പറഞ്ഞ ലേഖിക. ആരായിരുന്നു ലേഖിക? ഡോക്ടർ രമണി അഡ്ഗുരി അല്ലേ? ലേഖിക എന്ത് ചെയ്യുന്നു? അവിടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ അത് അഭയാരണ്യ എന്ന് പറയുന്നത് വനമേഖലയിലുള്ള ഒരു ഭാഗം. അവിടെ ആ സ്ഥലം ഏതായിരുന്നു മറക്കരുത്, ഛത്തീസ്ഗഡ്. അപ്പോൾ അവിടെ ബ്രാഹ്മണി ഗാവിൽ ആണ്. ഇനി നോക്കൂ, അപ്പനെ 5 സാത്തിയും കെ സാത്ത്, കൂടെ ആരുണ്ട്, 5 സുഹൃത്തുക്കളുമുണ്ട്. പിന്നെയോ 65 കിലോമീറ്റർ അല്ലേ, 65 കിലോമീറ്റർ ചൽക്കർ, 65 കിലോമീറ്റർ സഞ്ചരിച്ചാണ് എന്ത് ചെയ്തത്, എഹാം പൗഞ്ചി ഹും, ഞാൻ ഇവിടെ എത്തിയത്. എഹാം ഹം ഹഫ്തേ മെം ഏക് ദിൻ ക്ലിനിക് ചലാത്തെ ഹെം, ഇവരെന്ത് ചെയ്യുന്നു, എഹാം ഇവിടെ ഞങ്ങൾ എല്ലാവരും, അതായത് നമ്മുടെ ലേഖികയും ബാക്കിയുള്ള 5 പേരും കൂടെ എന്ത് ചെയ്യുന്നു, ആഴ്ചയിൽ ഒരു ദിവസം ക്ലിനിക്ക് നടത്താറുണ്ട്. ക്ലിനിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അന്തിമേ നാം പറഞ്ഞു പ്രാഥമിക ചികിത്സാ രംഗത്താണ്, ആദിവാസികളുടെ ഇടയിലാണ്. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ചികിത്സ എല്ലാവരെയും ചികിത്സിക്കാനായിട്ട് നമ്മുടെ ലേഖിക എത്താറുണ്ട്. आचान कमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे हैं. അപ്പോൾ ആദിവാസിയുടെ താമസിക്കുന്ന ഭാഗത്തൊക്കെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ആജാൻ കമാറിലെ എന്ത് ചെയ്യുന്നു, സുന്ദരമായ ഖനേ ജംഗൽ എന്താ മക്കളെ, ഇടതൂർന്ന വനങ്ങൾ അല്ലേ, അതിലൂടെയും ഗുസർത്തേ ഹുയി, അതിലൂടെ കടന്നു പോകുന്ന ചർണേ നാലേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അനേകം അരുവികളും അവിടെ കൈത്തോടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കടന്നാണ്, ആദിവാസി എന്ന് പറഞ്ഞാൽ കാട്ട് ഏരിയയാണ് അല്ലെ, അതിലൂടെ കടന്നാണ് അവരെന്ത് ചെയ്യുന്നു ഇവിടെ എത്തുന്നത്. ബർസാത്ത് കാ മൗസം മനിയാരി നദീമേം പൂരാ പാനി ഔർ നദീ പർ പുൽ നെഹീം. നോക്കൂ, അവിടുത്തെ പോകുന്ന വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ എത്തുന്നതെന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മഴക്കാലമായിരുന്നു. മണിയാരി നദി അല്ലേ, മണിയാരി എന്ന് പറയുന്ന നദി എന്ത് ചെയ്യുന്നു, നദി എന്ത് ചെയ്യുന്നു, നിറഞ്ഞൊഴുകും, മഴക്കാലത്ത് നിറഞ്ഞൊഴുകും. ആ നദിയിൽ എന്തുണ്ടായിരുന്നില്ല, പുൽ നെഹിം തീ, പുല്ലെന്ന് പറഞ്ഞാൽ പാലം, ബ്രിഡ്ജ് എന്ത് ചെയ്തിരുന്നില്ല, ഇല്ലായിരുന്നു. അപ്പം മണിയാരി നദിമേ പൂരാപ്പാനി, വെള്ളം നിറഞ്ഞിരിക്കും, പക്ഷെ നദിയിൽ പാലവും ഇല്ലായിരുന്നു. ഹംനെ ജീപ്പ് കോ ഈസ് പാർ ഖടാക്കിയ, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജീപ്പിനെ ഈ നദിയുടെ ഈസ് പാർ, ഈ തീരത്ത് നിർത്തി, ഖടാക്കിയ നിർത്തി. എന്നിട്ടോ അപ്പനെ രജിസ്റ്റർ ഉപകരണം വകൈര എന്ത് ചെയ്തു, നമ്മുടെ രജിസ്റ്ററും മറ്റുള്ള ഉപകരണങ്ങളും ഒക്കെ എന്ത് ചെയ്തു, സർക്കേ ഊപ്പർ ഉടായ, തലയിൽ ചുമന്ന് എന്ത് ചെയ്തു, നദി പാർക്കി. കാരണം തലയിൽ ചുമന്ന് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം എന്താണ്, നദിയിൽ ഫുള്ള് വെള്ളമാണ്. അപ്പം എന്ത് ചെയ്യും, ഏകദേശം തലവരെയൊക്കെ അവർ വെള്ളത്തിലൂടെയൊക്കെ ഇറങ്ങിയായിരിക്കും വരുന്നത്. അപ്പം സാധനം നനയാതിരിക്കാൻ, സ്റ്റെതസ്കോപ്പും അതും ഇതുമൊക്കെ നനയാതിരിക്കാൻ, മെഡിക്കൽ ഉപകരണങ്ങളാണ് നനയാതിരിക്കാൻ തലയ്ക്ക് മുകളിലോട്ട് വച്ച് പിടിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, നദിക്ക് ഇപ്പുറം കടന്നു വരുന്നത്. പിന്നെയോ കമർ തക്ക് പാനി, നോക്കൂ, എന്നാൽ നമുക്കവിടെ അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. കമർ തക്ക് പാനി, കമർ എന്ന് പറഞ്ഞാൽ അരയ്ക്കൊപ്പം, ഇളിക്ക് മുകളിലെ ഭാഗത്ത് വരെ വെള്ളമുണ്ട്. ആ വെള്ളത്തിലൂടെയാണ് നദി കടക്കുന്നത്. പിന്നെയോ ജബ് നദി നാലെ ഉഫാൻ पर होते हैं तो कई गांव एक दूसरे से കട്ട് ജാത്തേ ഹെം. അപ്പം മഴക്കാലങ്ങൾ ഈ നദി എന്ത് ചെയ്യും, വെള്ളം നിറഞ്ഞ് കവിയുന്ന സമയത്ത് ഗ്രാമങ്ങളൊക്കെ എന്ത് ചെയ്യും മക്കളെ, ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് വെള്ളം ഉഫാൻ പർവ്വതം എന്ന് വെച്ചാൽ വളരെ ഉയർന്ന് അതിൻ്റെ ലെവല് കൂടും. അപ്പോഴത്തേക്കും പല ഗ്രാമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പര ബന്ധമില്ലാതെ വിട്ടു പോകാറുണ്ട്. നോക്കൂ, നദി പാർ കർണേക്ക് ബാദ് 3 കിലോമീറ്റർ पर चलना पड़ा. നദിയൊക്കെ പാർ കർണ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും 3 കിലോമീറ്ററോളം നടക്കേണ്ടി വരുന്നു. ജബ് തക് ഹം ക്ലിനിക്ക് പഹുഞ്ചേ, എപ്പോഴാണോ നമ്മൾ നടന്ന് ക്ലിനിക്കിലെത്തിയത്, പസീനെ ഹോ ഗയേ, അത് പിന്നെ നമുക്ക് തന്നെ ഊഹിക്കാല്ലേ, പസീന മാനെ വിയർപ്പ്, നമ്മളെല്ലാം വിയർത്ത് ആകെ തളർന്നിരിക്കും. കാരണം വിയർപ്പിൽ മുങ്ങി കുളിച്ചാണ്, പസീനെ വിയർപ്പിൽ മുങ്ങി കുളിച്ചാണ് നമ്മൾ ക്ലിനിക്കിൽ എത്തുന്നത്. അത്രയും ദുർഘടമായ യാത്രയിലൂടെയാണ് ഇവരെ കാര്യങ്ങൾ ചികിത്സിക്കാനും മറ്റുമായിട്ട് വരുന്നത്. നോക്കൂ മക്കളെ, 11:30 ബജെ ജബ് ഹം ക്ലിനിക് പഹുഞ്ചേ തോ അച്ചി ഖാസി ഫീഡ് ഹമാര ഇന്തസാർ കർ രഹി ഥി. അതാണ് 11:30. സാട്ടെ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11:30 11 1/2 അല്ലേ, 11 1/2
11:30. സാട്ടി എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം വരപ്പം അരയായിട്ട് വരും. നോക്കൂ, അപ്പോൾ ഇവിടെ 11:30 മണിയാകുമ്പോഴേക്കും നമ്മൾ ക്ലിനിക്ക് പहुंचेतो. നമ്മൾ ക്ലിനിക്കിൽ എത്തുമ്പോഴേക്കും എന്താ അവിടെ കാണുന്നു? അച്ചി ഹാസി ഭീഡ്, ഒരു നല്ല ഒരു ആൾക്കൂട്ടം തന്നെ. ഹമാര ഇന്ദസാർ, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും. കാർ രഹീതി, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും. യഹാം കൈ ഗാവും സെ ലോഗ് ആത്തെ ഹിം, ഈ ഒരു ക്ലിനിക്കിലേക്ക് ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. അഭയാരൺ കെ അന്തർ ഔർ ബാഹർ ദോനോ ജഗഹ്സെ, അഭയാരണ്യന്റെ എന്താണ് അന്തർ, അകത്ത് നിന്നും അതുപോലെ അതിന് പുറത്തുള്ള സ്ഥലത്ത് നിന്നും ഒക്കെ ഇവിടെ ഞങ്ങളെ കാണാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആൾക്കാർ എത്താറുണ്ട്. നോക്കൂ മക്കളെ, 5 ബജെ തക്ക് തേസ് ബാരിഷ് ശുരു ഹോ ഗയി. അപ്പോൾ നോക്കൂ, എന്താ നമ്മൾ ക്ലിനിക്കിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ 5 മണിയായി. 5 മണിയായപ്പോഴേക്കും തേസ് ബാരി, ശക്തമായ മഴയും ആരംഭിച്ചു. ആദിവാസി ഏരിയകളിലൊക്കെ മഴയും കൂടുതലായിരിക്കും. അഫീഫി കുച്ച് മരീസ് ദേഖിനെ ബാക്കി ഹെ, 5 മണിയായിട്ട് എന്താണ്, രോഗികളൊന്നും കുറഞ്ഞിട്ടില്ല. വീണ്ടും എന്തുണ്ട് മക്കളെ? വീണ്ടും രോഗികളെ നിൽപ്പുണ്ട് അവിടെ. അവരെ ചികിത്സ തേടി എത്തിയവർ ഇനിയും ഉണ്ടായിരുന്നു. ആജ് ഹംനെ 70 മരീസ് ദേഖി ഹെ, ഇന്നാണെങ്കിൽ നമ്മൾ 70 രോഗികളെ നോക്കി. ഇതുവരെ ആയപ്പോൾ നമ്മൾ ഏകദേശം 70 രോഗികളെ നോക്കി. എന്നാലോ അബ് തക് അന്ധേര ബഹുത്ത് ഗഹരാ ഗയാ ഹെ, അപ്പോഴേക്കും എന്ത് ചെയ്തു? ഇരുട്ട് നല്ലതുപോലെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഇരുട്ടിൻ്റെ കടുപ്പം കൂടിയിരുന്നു. അവർ ബാരിഷ് ഭി മുസൽധാർ ഹെ, അതുപോലെ എന്താണ്, ബാരിഷും അതുപോലെ മഴയും മുസൽധാർ ഹെ, ശക്തമായിരുന്നു. ഹം അപ്നി ജീപ്പ് തക്ക് തോ നെഹിം പഹുഞ്ചു പായെങ്കിൽ, നമ്മൾ എങ്ങനെയായാലും നമ്മുടെ എന്ത് ചെയ്യില്ല, ജീപ്പിനടുത്തേക്ക് എത്തുവാനും സാധിക്കില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? രാത്രി യഹീ രുക്കിനാ പടേക, രാത്രി ഇവിടെ തങ്ങിയേ പറ്റുള്ളൂ. കാരണം മഴ, ഇരുട്ടും ഇവരെ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറ്റിയത്? രാത്രി വളരെ ഇരുട്ടായി. അതിനു പുറമെ ശക്തമായ കോരിച്ചൊരിയുന്ന മഴയും. അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ നദിയിൽ വെള്ളമൊക്കെ കൂടും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീപ്പിനടുത്തേക്ക് എത്താനും സാധിക്കില്ല. അപ്പോൾ പിന്നെ ആകെയുള്ളൊരു സൊല്യൂഷൻ അവിടെ തന്നെ തങ്ങുക എന്നുള്ളതാണ്. ഹം ചൂൽഹേക്കെ പാസ് ബൈഠ്കർ ഗർമ ദാൽ ചാവൽ ഔർ സാഗ് കാ ഭോജൻ കർത്തേ ഹേ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ ചൂൽഹേക്കെ പാസ്, ചൂൽഹ എന്താണ്? അടുപ്പ് അല്ലേ? അടുപ്പിനടുത്തേക്ക് എത്തിന്നിട്ടോ ചൂടേറ്റ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ട ഉള്ള ആഹാരം വച്ച് ചോറും കറിയൊക്കെ വച്ച് കഴിച്ചു. എന്നിട്ട് കാരണം നല്ല ക്ഷീണം അല്ലേ, അവർക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. രാവിലെ മുതൽ അവരിതിൻ്റെ പുറകെ നിന്ന് അതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. ഗർമ ഭോജൻ കിത്തനാ സ്വാദിഷ്ട ലഗ, അതായത് അത് നമുക്ക് വിശപ്പിൻ്റെ ഇത് നമുക്കിവിടെ മനസ്സിലാക്കാം. കാരണം എന്താണ്, ചൂട് ആഹാരം വളരെ സ്വാദിഷ്ടമായിരുന്നു. നല്ല തണുത്ത ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് ആഹാരം നല്ല സ്വാദിഷ്ടമായിരുന്നു. ദിൻ ഭർ കി മേഹനത് ഔർ ബർസാത് കി ഹൽക്കി ठंडक में तो यह और भी സ്വാദിഷ്ട ഹോ ഗയ. അപ്പോൾ നമ്മുടെ ഈ കഠിനാധ്വാനവും മഴയുടെ തണുപ്പും എല്ലാം കൊണ്ട് ഭക്ഷണത്തിൻ്റെ സ്വാദ് അല്പം കൂടി കൂടിയതായിട്ട് തന്നെ നമുക്ക് തോന്നി. मेरे काम का यह बड़ा हिस्सा इन बेचारों की സ്ഥിതിയും കോ സമജ്നാ ഹേ. അപ്പോൾ ലേഖികയ്ക്ക് അവിടുത്തെ ഈ പാവങ്ങളുടെ കാര്യത്തിൽ എന്തോ അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാനായിട്ട് ലേഖികയ്ക്ക് ഒരു മനസ്സുണ്ട്. അപ്പോൾ മേരാ കാം തോ ഏക് ബഡാ ഹിസ്സ, എൻ്റെ ജോലിയുടെ ഒരു പ്രധാന ഭാഗം തന്നെ ഈ പാവപ്പെട്ടവരുടെ സ്ഥിതി, അവരുടെ അവസ്ഥയെ മനസ്സിലാക്കുക എന്നതാണ്. കൈ മരീസോം കെ ഇഞ്ചക്ഷൻ പർ ബഡാ വിശ്വാസ് ഹോത്താ ഹേ, എന്താണ് ഒരുപാട് രോഗികൾക്കും എന്താണ് മക്കളെ, നിങ്ങൾക്കറിയാം ഓരോരുത്തർക്ക് ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് മരുന്നൊന്നും കിട്ടിയിട്ട് ശരിയാവില്ല. അവർക്ക് എന്ത് വേണം? കുത്തിവയ്പ്പ് തന്നെ വേണം. കുത്തിവയ്പ്പ് കിട്ടുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്തോ വലിയ കാര്യമായി എന്നാണ്. അതുപോലെ ഇവിടെയും എന്താണ്, കുറേ രോഗികൾക്ക് എന്താണ് ഇഞ്ചക്ഷനിൽ ഒരുപാട് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഇത്തനാക്കി അഗർ കേവൽ ഗോലിയും ദി ജായ് തോ ഉനെ ലഗത്താ ഹേ കി ഉൻകാ ഇലാജ് ഹോ രഹാ ഹേ. അപ്പോൾ അവർക്ക് എന്താണ് ഗുളിക കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിനകത്ത് അവരുടെ അസുഖം കുറയില്ല എന്നാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് അവരെ എന്താണ്, ഈ ഗുളിക കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇഞ്ചക്ഷൻ വേണ്ട, നിങ്ങൾക്ക് ഈ ഗുളിക മതി, അത് ഇഞ്ചക്ഷൻ അനാവശ്യമാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടും വന്നു. കാരണം അവർക്കത് മനസ്സിലാകില്ല.
तो उन्हें समझना पड़ता है ज़्यादातर इंजेक्शन मांगेंगे तो होते हैं कि और गैर ജരൂരി ഫീ ഹോത്തെ ഹെം. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താ മക്കളെ, ഇഞ്ചക്ഷനാണ് മെയിൻ, ഇഞ്ചക്ഷൻ ഇല്ലെങ്കിൽ അസുഖമൊന്നും കുറയില്ല എന്നാണ്. അപ്പോൾ ആ കുത്തിവയ്പ്പിലാണ് അവർക്ക് വിശ്വാസം. അപ്പോൾ ഗുളികയും മരുന്നും കൊണ്ട് മാത്രം അസുഖം മാറുകയില്ല എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കുത്തിവയ്പ്പ് അനാവശ്യമാണെന്ന് അവരെ പറഞ്ഞ് എന്ത് ചെയ്തു, ലേഖികയ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ആ ഒരു മനസ്സൂടെ നമുക്കവിടെ കാണാം. आज के समान में कई लोग सोचेंगे कि एक डॉक्टर का यह सब काम तो नहीं, घने जंगलों के बीच सफ़र करना, पैदल നദി പാർ കർ ഗരീബ് ലോഗോം കോ ഇലാജ് കർണ. അപ്പോൾ ഇന്നത്തെ സമാനെ ഇന്നത്തെ ആളുകൾ ഇന്നത്തെ രീതിയിലുള്ള ആളുകൾ എന്താ വിചാരിക്കുന്നത്, ആളുകൾ ചിന്തിക്കുന്നത് എന്താ മക്കളെ, മറ്റൊന്നുമല്ല, ഇങ്ങനെ നമ്മൾ ഡോക്ടർക്കാ യഹ് സാം തോ നഹീം ഖാ, ഡോക്ടറുടെ കർത്തവ്യമല്ല, എന്താണ്, ഘനേ ജംഗലവും ഈ കൊടുങ്കാട്ടിലൂടെയൊക്കെ പോയി സഫർ കർക്ക് ഇത്രയും പരിശ്രമിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് പൈതൽ നദി, അതായത് കാൽപാദങ്ങളിലൂടെ നദിയൊക്കെ കടന്ന്, പാലമൊന്നും ഇല്ലാതെ നദി കടന്ന് പാവപ്പെട്ടവരെ ഇലാജ് കർണ, പാവപ്പെട്ടവരെ ചികിത്സിക്കുന്നതൊന്നും നമ്മുടെ ജോലിയല്ല എന്നാണ് ഇന്നത്തെ ഡോക്ടർമാരുടെ സമൂഹം ചിന്തിക്കുന്നതെന്ന് ലേഖിക പറയുവാണ്. അപ്പോൾ അതായത് ഇന്നത്തെ സമൂഹത്തിലേക്ക് ലേഖിക നന്നായിട്ട് വിരൽ ചൂണ്ടുകയാണ്. ഡോക്ടർമാർക്ക് അവരുടെ ആ ഒരു കർത്തവ്യ ബോധത്തിൽ നിന്ന് മാറി നടക്കുകയാണെന്ന് ലേഖിക തന്നെ പറയുകയാണ്. ഐസേ ലോഗോം കാ ജോ ഫീസ് ഫീ നഹീ ദേ സക്തേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന രോഗികൾക്ക് എന്താണ്, ഡോക്ടർമാർക്ക് എന്താണ്, ഫീസ് ഫീ നഹീ ദേ സക്തേ, ഡോക്ടർമാർക്ക് ഫീസ് പോലും കൊടുക്കേണ്ട കാര്യമില്ല. बिना लाइट पंखे के बीच जंगल में एक कच्ची चौपड़ी में मरीजों को देखना, जमीन पर सोना, क्या यह सब एक पढ़ा लिखा डॉक्टर करता है. അപ്പോൾ ഏക്ക് കച്ചി ചോമ്പടിമേ, അപ്പോൾ അതായത് നിങ്ങൾക്കറിയാം ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ ബംഗ്ലാവുകളിൽ കിടന്നുറങ്ങി സുഖലോലുപരയിൽ ജീവിക്കാനാണ് ഡോക്ടർമാർ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ ഒരു പാവപ്പെട്ട കുടിലിൽ ജീവിച്ചുകൊണ്ട് തറയിൽ കിടന്നുറങ്ങി രോഗികളെയൊക്കെ നോക്കുന്ന ഒരു കാര്യം, പടാലിഖ ഡോക്ടർ കർത്താഹെ, പഠിച്ച് ഇതായ ഡോക്ടർമാർ ചെയ്യുമോ? അത്തരം ജോലികളൊന്നും ഡോക്ടർമാർ ചെയ്യില്ല അല്ലേ, അതൊന്നും അവരുടെ ജോലിയല്ല എന്നാണ് ഡോക്ടർമാർ ചിന്തിക്കുന്നത്. അതായത് എന്താണ് ഇവിടെ ലേഖിക പറയുന്ന, വനത്തിന് നടുവിൽ കുടിലുകളോ ലൈറ്റോ ഫാനോ ഒന്നും ഇല്ലാതെ രോഗികളെ പരിശോധിക്കുക, തറയിൽ കിടന്നുറങ്ങുക, ഇങ്ങനെയൊക്കെ അഭ്യസ്ത വിദ്യരായ പഠിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടർ ചെയ്യുമോ? മുझसे कई लोग पूछते हैं कि, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഷഹർമേ മേരാ ക്ലിനിക് കഹാ ഹെ, പട്ടണത്തിൽ എവിടെയാണ് എൻ്റെ ക്ലിനിക്ക്, എൻ്റെ ചികിത്സാലയം എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. മേരാ ജവാബ് ഹോത്താ ഹെ, എൻ്റെ മറുപടി ഇതായിരുന്നു, കി മേരാ ക്ലിനിക് ഷഹർ മേ നഹീം, യഹീ ജംഗൽ കെ ബീച്ച് യേ സഭി മേരെ ക്ലിനിക് ഹെ. അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. ലേഖികയുടെ ഈ ഒരു റിപ്ലൈ എന്താ മക്കളെ, അത് മേരാ ക്ലിനിക് ഷഹർ മേ നഹി, എൻ്റെ ക്ലിനിക്ക് പട്ടണത്തിലല്ല, യഹി ജംഗൽ കെ ബീച്ച് യേ സഭി മേരെ ക്ലിനിക് ഹെ, ഈ വനത്തിന് നടുവിലുള്ള ഇതെല്ലാം എൻ്റെ ക്ലിനിക്കാണ്. ഇത് എൻ്റെ ക്ലിനിക്കാണെന്ന് പറയാൻ കാരണം, ഈ ക്ലിനിക്കെന്ന് ഇവിടെ ലേഖിക ഉദ്ദേശിക്കുന്ന, ലേഖിക ഓരോരുത്തരുടെയും അടുത്ത് പോയാണ് ചികിത്സിക്കാറുള്ളത് അല്ലേ. അതുകൊണ്ട് ക്ലിനിക്ക് എന്ന് പറയുന്നത് ഇവരെല്ലാം താമസിക്കുന്ന ഓരോ വീടുകളും ലേഖികയ്ക്ക് ക്ലിനിക്കാണ് എന്നാണ് ലേഖിക സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആതുര ശുശ്രൂഷ ക്ക് വില കൽപ്പിക്കുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ചികിത്സകയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് സാമൂഹ്യ ആരോഗ്യ ചികിത്സ രംഗത്ത് പ്രശോഭിക്കുന്ന ഒരു സ്ത്രീ രത്നമായിട്ട് തന്നെ നമ്മുടെ ലേഖികയെ കാണാം. മുझे इसी तरह का डॉक्टर बने रहना है, എനിക്ക് അങ്ങനെയുള്ള ഒരു ഡോക്ടർ ആകാനാണ് ഇഷ്ടം. യഹി കാം മുझे अच्छा लगता है, എനിക്ക് അങ്ങനെയുള്ള ജോലിയാണ് ഇഷ്ടപ്പെടുന്നത്. और इसी काम का मुझे रोज इंतजार रहता है, ഇങ്ങനെയുള്ള ജോലികൾ, ഇത്തരം ജോലികൾ ഞാൻ എന്നും പ്രതീക്ഷിക്കാറുണ്ട്, ഡോക്ടർ അവരോട് പറഞ്ഞു. അപ്പോൾ കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യുക, നദി കടന്ന് രോഗികളെ ചികിത്സിക്കാൻ പോകുക, അതും ഫീസ് പോലും തരാൻ കഴിവില്ലാത്തവരെയാണ് ഇവിടെ ചികിത്സിക്കാൻ പോകുന്നത്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറുടെയും ജോലിയല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വനത്തിന് നടുവിലുള്ള
കുടിലുകളിൽ ലൈറ്റോ ഫാനോ ഒന്നുമില്ലാതെ ഈ രോഗികളെയൊക്കെ പരിശോധിക്കുകയും പിന്നെ തറയിലൊക്കെ കിടന്നുറങ്ങി ഇങ്ങനെയൊക്കെ ഏതെങ്കിലും അഭ്യസ്ത വിദ്യരായ ഡോക്ടർ ചെയ്യുമോ? പട്ടണത്തിലെ അപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. അപ്പോൾ പട്ടണത്തിലോ ഡോക്ടറുടെ ക്ലിനിക്ക് എവിടെയാണെന്നൊക്കെ ഓരോരുത്തരും ചോദിക്കും. അപ്പം എൻ്റെ ക്ലിനിക്കെല്ലാം എന്താണ് ഇവിടെയാണ് എന്ന്, ഈ വനത്തിൽ കാണുന്നതൊക്കെ എൻ്റെ ക്ലിനിക്കാണെന്ന് ഡോക്ടർ അവരോട് പറയും. അങ്ങനെയുള്ള ഒരു ഡോക്ടർ ആവാനാണ് നമ്മുടെ ലേഖിക ഇഷ്ടപ്പെടുന്നത് അല്ലേ? ലേഖികയുടെ ആ തുറന്ന മനസ്സ് നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആകട്ടെ. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. നോക്കൂ, ദോഹെ അല്ലേ? ദോഹെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2 ലൈനിൽ മാത്രമേ കാണുകയുള്ളൂ. ഇത് സിമ്പിളാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ ഈ 2 ലൈനുകളിൽ ഒരുപാട് ആശയം ഒളിച്ചിരിപ്പുണ്ട്. നോക്കൂ, കബീറിൻ്റെ ദോഹയാണ് ഇവിടെ തന്നിട്ട്. ആദ്യം കബീറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കബീർ ഹിന്ദി സാഹിത്യക്കെ സന്ത് ശിരോമണി ഹേ. ആപ്കാ ജീവൻ കാൽ 15വീं സദി മേ ഥാ. അപ്പം ദോഹകളിൽ ദോഹ എഴുതിയിട്ടുള്ളവരിൽ പ്രസിദ്ധനാണ് കബീർദാസും തുളസിദാസ്, സൂർദാസും റഹീമും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഹിന്ദി സാഹിത്യത്തിലെ സന്ത് ശിരോമണി സന്യാസി ശ്രേഷ്ഠനാണ് കബീർദാസ്. ആപ്കാ ജീവൻ കാൽ 15വീं സദി മേ ഥേ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്നായിരുന്നു? 15ാം നൂറ്റാണ്ടിലായിരുന്നു. ആപ് കവിഹി നെഹിം സമാജ് സുധാരഹുപീതെ. അദ്ദേഹം എന്തായിരുന്നു മക്കളെ? കവിയും അതോടൊപ്പം സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. നീരു ഔർ നീമ നാമക് ജുലാഹെ ദമ്പതിനെ ആപ്കാ പാലൻ പോഷൺ കിയ. നീരു നീമ എന്ന് പറയുന്ന ദമ്പതികൾ എന്ന ദമ്പതിമാരാണ്. അവർ നെയ്ത്തുകാരായിരുന്നു. അവരാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തത്? എടുത്ത് വളർത്തിയതാണ് കബീർദാസിനെ. അപ്പോൾ ആ കബീർദാസ് നിർഗുണ ഭക്തന്റെ ശാഖയിലായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ദൈവത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ സാകാര രൂപത്തിലല്ലായിരുന്നു അദ്ദേഹം ദൈവത്തെ ഇഷ്ടപ്പെട്ടിരുന്നത്. അവരാണ് ഇപ്പം നീമയും നീരുവുമാണ് കബീർദാസിനെ വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് രാമാനന്ദൻ എന്നായിരുന്നു. ആപ്കി വാണി കാ സംഗ്രഹ് ബീജ കെ നാം സെ പ്രസിദ്ധ ഹെ. അദ്ദേഹത്തിൻ്റെ വാണി, അദ്ദേഹത്തിൻ്റെ ബുക്ക് സംഗ്രഹം ബീജകാണ്. അതിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് സാഖിയും സബദും രമൈനിയുമാണ്. അപ്പം 3 ഭാഗങ്ങൾ. ബീജക് എന്നായിരുന്നു ബുക്കിൻ്റെ പേര്. അതിൽ സാഖിയും സബദും രമൈനിയുമുണ്ട്. ആപ്കോ ശാന്തിമയ് ജീവൻ പ്രിയത. വളരെ ശാന്തിപൂർണ്ണമായ സമാധാനപൂർണ്ണമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അഹിംസയും സത്യവും സദാചാരവും എല്ലാ ഗുണത്തിൻ്റെയും പ്രശംസകനായിരുന്നു നമ്മുടെ കബീർദാസ്. അപ്പോൾ കബീർദാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം, നിങ്ങൾ ഹിന്ദിയുടെ ഹയർ സ്റ്റഡീസിലൊക്കെ പോയി കഴിയുമ്പോൾ കബീർദാസിനെ കുറിച്ച് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അപ്പം ഇത്ര മഹത്തായ ഒരു കവിശ്രേഷ്ഠൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ദോഹയിലൂടെ നമുക്കൊന്ന് വരാം. ബെഡാ ഹുവാ തോ ക്യാ ഹുവാ ജൈസേ പേട് ഖജൂർ പന്തി കോ ഛായാ നാഹിം ഫൽ ലാഗൈ അതിതൂർ. പ്രത്യേകിച്ചൊരു കാര്യം, ദോഹ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കവിത പോലെ വായിച്ചൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇത് ശരിക്കും ഹിന്ദി ഭാഷയിലായിരിക്കില്ല അവർ എഴുതിയിട്ടുള്ളത്. അപ്പം നോക്കൂ, അപ്പം ഈ ദോഹ ഇതിലൂടെ കബീർദാസ് ഒരു സത്യമാണ് നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഖജൂർ കാ പേട് എന്ന് പറയുന്നത് ഈന്തപ്പനയാണ്. ഈ ദോഹയിൽ കബീർ कहते हैं कि खजूर के पेड़ के समान बड़े होने से कोई फायदा नहीं. ഈ ഖജൂർ കെ പേട് ഈന്തപ്പന പോലെ വളർന്ന് വലുതായിട്ട് ഒരു കാര്യമില്ല. ബഹുത്ത് ലംബാ ഹോനേക്കെ കാരൻ പതിക്കോ ഛായ നഹി മിൽത്തി. ഇത് വളരെ ഉയരത്തിൽ പോണതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? പന്തിക്കോ ഛായ നാഹി. പന്തിമാനെ പന്താവ് വഴിയാത്രക്കാരൻ എന്ത് ചെയ്യുന്നില്ല? ഛായ ഷാഡോ തണൽ കൊടുക്കുന്നില്ല. ഫൽ ലാഗൈ അതിദൂർ. അതുപോലെ ഇതിൻ്റെ ഇതിനകത്തുണ്ടാകുന്ന ഈന്തപ്പനയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സും എന്താണ്? ലാഗൈ അതിദൂർ. വളരെ ഊഞ്ചായി, വളരെ മുകളിലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സും നിൽക്കുന്നത്. ഓഫി ലോകം കോ അപ്രാപ്യഹേ. അതും ആളുകൾക്ക് അപ്രാപ്യമാണ്. അതായത് ആരും പെട്ടെന്ന് തളർന്ന് അതിൻ്റെ അടുത്ത് നിന്നിരുന്ന് തണലും നേടത്തില്ല, കൈയെത്തി അതിലെ ഫ്രൂട്ട്സ് ഒന്നും പിച്ചിയെടുക്കത്തുമില്ല. അപ്പം ഈന്തപ്പന പോലെ വളരെ വലുതായതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണ് ഇവിടെ കബീർദാസ് പറയുന്നത്. അതായത് വളരെ ഉയരം അതിനുള്ളതിനാൽ യാത്രക്കാരന് എന്ത് കിട്ടുന്നില്ല മക്കളെ? തണൽ കിട്ടുന്നില്ല. പിന്നെയോ അവരുടെ തളർച്ച മാറ്റണമെങ്കിൽ എന്തെങ്കിലും കായ്ഫലങ്ങൾ കഴിക്കാം അല്ലേ? പക്ഷേ ഈ ഇതിൽ നിൽക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലോ വളരെ ഉയരത്തിലാണ്. അപ്പം അത് അവർക്ക് ഒരു ഭക്ഷണത്തിനുള്ള ഒരു ഉപയോഗം പോലും ഈന്തപ്പനയിൽ നിന്നും ഉണ്ടാകുന്നില്ല.
അത് ആളുകൾക്ക് അപ്രാപ്യവുമാണ്, അവർക്ക് കിട്ടുകയുമില്ല. നാം അതായത് മക്കളെ ഇവിടെ കബീർദാസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? വളരെ വലുതായിട്ട് ഒന്നും ഒരു കാര്യമില്ല. മറ്റുള്ളവർക്ക് നമ്മെ കൊണ്ട് ഉപകാരപ്പെടണം. അതായത് വലിപ്പം കൊണ്ട് നാം വലിപ്പം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയവൻ. അല്ലേ? വലിയൊരു സത്യമാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. മറ്റുള്ളവർക്ക് നന്മ നൽകുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ. അല്ലാതെ സൈസിലോ വേറെ ആഡംബരത്തിലോ പണത്തിലോ ഒന്നും കാര്യമില്ല. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളൊരു മഹത്തായ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി അടുത്ത ദോഹയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് റഹീമിൻ്റെ ദോഹയാണ്. റഹീമിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹിന്ദിക്ക് ലോകപ്രിയ കവിയോമേം റഹീം കാ നാം മുക്ത് കണ്ട് സേ ലിയേ ജാത്താ ഹെ. ഹിന്ദിയിലെ ലോകപ്രശസ്ത കവിയിൽ റഹീമിൻ്റെ പേര് വളരെ നന്നായിട്ട് മുക്തകണ്ഠമായിട്ട് പ്രശംസിക്കുന്നു. അതുപോലെ നോക്കൂ, 1556 അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നെ ലാഹോർ നഗറിലായിരുന്നു, അത് പാകിസ്ഥാനിലായിരുന്നു. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അക്ബർ ബാദഷാഹ് സംരക്ഷക് ബൈരം ഖാൻ കെ പുത്ര ഹെ. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷകനായ ബൈറാം ഖാൻ്റെ മകനായിരുന്നു നമ്മുടെ റഹീം. പിന്നെയോ റഹീം അക്ബർ കെ ദർബാർ കെ നവരത്നോമേം ഏക് ഹെ. റഹീം എന്ന് പറയുന്നത് അക്ബറുടെ, നിങ്ങളുടെ SS ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. ആ നവരത്ന കവികളിൽ ഒരാളായിരുന്നു നമ്മുടെ റഹീം. അറബി, തുർക്കി, ഫാർസി തഥാ സംസ്കൃതക്ക് ആ പണ്ഡിതത്തെ. അറബിയും തുർക്കിയും പഴ്സിയും അതുപോലെ സംസ്കൃതം എന്നീ ഭാഷകളിലൊക്കെ അദ്ദേഹം പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ കുറച്ച് നമുക്ക് എളുപ്പമാണ്. റഹീം സത്സയി, ശൃംഗാർ സത്സയി, രാമ പഞ്ചാധ്യായി, റഹീം രത്നാവലി ആദി എനിക്ക് രചനാഹി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഇനി നോക്കൂ, ആ ദോഹയിലേക്ക് വരാം. റഹീം വേ നര് ധന്യ. ഞാൻ പറഞ്ഞ മറക്കല് 2 ലൈനേ ഉള്ളെങ്കിൽ ഇതിലും ആശയമുണ്ട്. എന്താണ് ഇതിലെ ആശയമെന്ന് നമുക്ക് നോക്കാം. റഹീം വേ നര് ധന്യ ഹേ പർ ഉപകാരി അങ്ക് ബാണ്ടൻ പാരേ കോ ലോക് ജോ മെഹന്തി കോ ഓരേക്ക്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? റഹീം കഹത്തെ ഹേ നര് ധന്യ ഹേ ജിൻകാ ശരീർ സദാ സബ്കാ ഉപകാർ കർത്താ ഹേ. നർ മാനെ മനുഷ്യൻ എന്താണ്? ധന്യനാണ്. കാരണം അവൻ്റെ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് എപ്പോഴും ഉപകാരം ഉണ്ടാകുന്നു. ജിസ് പ്രകാർ, ഏത് രീതിയിലാണ് പറയുന്നത്? മെഹന്തി ബാണ്ടിനെ വാലെ. മെഹന്തി എന്താ മക്കളെ? മെഹന്തി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി അല്ലേ? മെഹന്തി ബാണ്ടിനെ വാലേക്ക് അങ്ക് പർ ഭി മെഹന്തി കാ രംഗ് ലഗാ ജാത്താ ഹേ. ഉസി പ്രകാർ പരോപകാരി കാ ശരീർ ഭി സുശോഭിത് ഹോത്താ ഹേ. അപ്പം അതായത് എന്ത് ചെയ്യുന്നു? ഏതൊരാളാണോ നമുക്ക് എപ്പോഴും സാധാരണ രീതിയിൽ ഉപകാരം ചെയ്യുന്നത് അവരാണ് ധന്യര്. കാരണം മൈലാഞ്ചി നമ്മൾ എന്ത് ചെയ്യുന്നു? അരച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന ആളിൻ്റെ കയ്യിലും മൈലാഞ്ചിയുടെ നിറം കിട്ടുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ ഉപകാരം ചെയ്യുന്നവനും ധന്യനാകുന്നു അല്ലേ? അപ്പം മൈലാഞ്ചി നാം എന്ത് ചെയ്യുന്നു? നിങ്ങൾ മറ്റൊരാൾക്ക് മൈലാഞ്ചി അരച്ചു കൊടുക്കാറുണ്ട്. അരയ്ക്കുന്നവർ മാത്രമല്ലല്ലോ, ഒരുപാട് പേർക്ക് നിങ്ങൾ കൊടുത്തു, അവരൊക്കെ ഇടാറുണ്ട് അല്ലേ? അപ്പം മൈലാഞ്ചി ഇടുമ്പോൾ നിങ്ങൾ അരച്ചു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ കയ്യിലൊക്കെ ആകുന്നില്ലേ? അതുപോലെ നാം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ആ ഉപകാരം സ്വീകരിക്കുന്ന ആൾ വളരെ തൃപ്തരാകുന്നു. അപ്പം അതുപോലെ നമ്മുടെ മനസ്സ് എങ്ങനെ വേണം? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. ഉപകാരം ചെയ്യുന്നതുവഴി നാം ധന്യരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും വലിയ ഉപകാര സ്മരണയിലേക്കുള്ള വലിയൊരു സത്യത്തിലേക്കാണ് റഹീമും നമ്മെ കൊണ്ടുപോകുന്നത്. മൈലാഞ്ചി അരച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളിൻ്റെ കയ്യിലും അതിൻ്റെ നിറം കിട്ടുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ ഉപകാരം ചെയ്യുന്ന ആളും സ്വീകരിക്കുന്ന ആളും ഒരുപോലെ തൃപ്തരാകുന്നു. വളരെ മഹത്തായ ഒരു സത്യമാണ് റഹീം ഈ ദോഹയിലൂടെ പറയുന്നത്. അപ്പം ദോഹ എന്ന് പറയുന്ന മറക്കല്ല്, ഇത് ഒരു കവിതയെന്ന് പറയാൻ പറ്റില്ല, ഒരു ഛന്ദസ്സാണ്. ഇതിൻ്റെ 1ാമത്തെയും 3ാമത്തെയും വരികളിൽ 13 മാത്രയും അതുപോലെ 2ാമത്തെയും 4ാമത്തെയും വരികൾ 11 മാത്രയും വേണം. ഇതാണ് ഇതിൻ്റെ ഒരു നിയമം. ആ രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ള ദോഹ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ദോഹ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത രസകരമായ ഒരു കഥയിലേക്ക് പോകാം. എന്താണ് നാടോടി കഥയുടെ പേര്? ബെഡേവു അല്ലേ? ബെഡേവു. എന്താണ് ആ കഥ എന്ന് നമുക്കൊന്ന്, ഇത് അതിരിക്ത വാചനാണ്, നന്നായിട്ട് നമുക്ക് ഈ കഥയൊന്ന് വായിച്ച് മനസ്സിലാക്കാം.
നോക്കൂ, ഏക് താ ജാട് ഔർ ഏക് താ ഉസ്കാ ലഡ്ക. ഒരു ഗ്രാമത്തിൽ ഒരു ജാട്ട് വംശജരായ ഒരു അച്ഛനും അതുപോലെ മകനും ഉണ്ടായിരുന്നു. കർമ്മേൻ ദോഹി പ്രാണി, അവർ രണ്ടുപേരും, അച്ഛനും മകനും. ലഡ്ക അഭി ഛോട്ടാ താ, കുട്ടി വളരെ ചെറുതായിരുന്നു. ലഡ്ക ബഹുത്ത് ചഞ്ചൽ താ, അപ്പോൾ കുട്ടി അതുപോലെ എന്താണ്, കുട്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കുട്ടി. നോക്കൂ, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ കഥയുടെ ഒരു പോക്കെന്ന് നോക്കാം. ഏക് താ ജാട്ട് ഔർ ഏക് താ उसका लड़का घर में दो ही प्राणी थे, लड़का अभी छोटा था, लड़का बहुत चंचल था. അപ്പോൾ ജാട്ട് വംശജലായ അച്ഛനും മകനും ഉണ്ടായിരുന്നു. അവർ മാത്രം, രണ്ടുപേർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് അവരുടെ ഓരോ നിയമങ്ങളെന്ന് നമുക്ക് നോക്കാം. ജാട്ടുക ഏക നിയമത, ഈ ജാട്ട് വംശജർക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? റോസ് ദോ അതിഥിയും കോ ഭോജൻ കർവാക്കർ ഹി സ്വയം ഖാത്താത്ത. അവരെന്ത് ചെയ്യുന്നു, ഏതെങ്കിലും അതിഥികളെ കണ്ടെത്തി 2 അതിഥികൾക്ക് ഒരു ദിവസം ആഹാരം കൊടുത്തതിന് ശേഷമേ അവർ കഴിക്കാറുള്ളായിരുന്നു. അതിഥിയും കോ ബുലാനെ കെ ലിയെ റോസ് ഗാവ് കെ ചൗരാഹെ പർ ജാത്ത. എന്ത് ചെയ്യുന്നു, എന്നും അവരെന്ത് ചെയ്യുന്നു, അതിഥികളെ ഇങ്ങനെ ഈ 2 അതിഥികളെ ഡെയിലി കൊണ്ടുവരേണ്ട, 2 ഗസ്റ്റുകളെ കൊണ്ടുവരാനായിട്ട് ആ ഗ്രാമത്തെ ഡോസ്മാനെ ഡെയിലി ആ ഗ്രാമത്തിലെ ചൗരാഹെ, 4 വഴിയിൽ, അതായത് 4 കവലയിൽ എത്തും. അവർ വഹാംസെ ദോ ബെഡേവു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും 2 ബെഡേവുകളെ, ബെഡേവു എന്ന് പറയുന്നത് രാഹഗീർ, വഴിയാത്രക്കാരെ. ഓക്കെ, അപ്പോൾ വഴിയാത്രക്കാരെ എന്ത് ചെയ്യും, ബിലാലാത്ത വിളിച്ചു കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും, ആഹാരം കഴിക്കുമായിരുന്നു. ഉന്നയും കർപ്പർ ബിഡാക്കർ, അവരെ എന്ത് ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. ഉസ്കി പൂജാകർത്ത, അവർക്ക് പൂജയൊക്കെ ചെയ്തതിന് ശേഷം ആരതി ഉദാർത്ത, ആരതി ആരതി ഒഴിയുന്നതൊക്കെ നിങ്ങൾക്കറിയാലോ, അവർക്ക് ചുറ്റും ഒഴിച്ചിലൊക്കെ നടത്തി. ഓർ ഫിന്നെ ജിമാക്കർ ആക്കിർമേ ഖുദ് അപ്പനെ ബേട്ടേക്കെ സാത്ത് ഭോജൻ കർത്ത. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് എന്ത് ചെയ്യും, ആഹാരം കൊടുക്കും, അവരോടൊപ്പം ഇരുന്ന് ആഹാരം കൊടുക്കും അല്ലേ. അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്, വഴിയാത്രക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവരെ പൂജിക്കുന്നു, ആരതി ഒഴിയുന്നു, സൽക്കരിച്ച ശേഷം അച്ഛനും മകനും പിന്നെ അതിനുശേഷമായിരുന്നു ആഹാരം കഴിക്കുന്നത്. ജിസ് ദിൻ ലാട്ടുക്കോ രാഹ് ചലത്തെ യാ ചൗരാഹെ പർ കോയി ബെഡേവു ന മിൽത്ത. അപ്പോൾ അതിനുള്ള അതിഥികളെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഉസ് ദിൻ വഹ് ഹൽവായിക്ക് ദൂക്കാൻ സെഹി ദോ ബെഡേവു ഖരീദ് ലാത്ത. അവരെന്ത് ചെയ്യും, നേരെ അവിടെയുള്ള ബേക്കറിയിലേക്ക് പോകും, മധുരങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോകും. അവിടെ നിന്ന് 2 ലഡ്ഡു വാങ്ങും. അതിനെ എടുത്ത് എന്ത് ചെയ്യും, ബുനേഹി അസലി ബെഡേവു മാൻകർ, ബെഡേവു എന്നത് ലഡുവിനെ പറയുന്ന ഒരു പേര് കൂടിയാണ്. അതിനെ എന്ത് ചെയ്യും, ബെഡേവു ആയിട്ട് ചിന്തിച്ചുകൊണ്ട്, അതായത് അതിനെ അതിഥിയായിട്ട് സങ്കല്പിച്ച് വച്ചുകൊണ്ട് ഉൻകി പൂജാകർത്ത, അതിനെ എന്ത് ചെയ്യും, പൂജിക്കും. ഉന്നേം ഭോജ് സ്വീകാർ കരാത്ത ഔർ ഫിർ ഉന്നേം പൂജാഗൃഹമേ രഹ്കർ ബാദ്മേ സ്വയം ഭോജൻ കർത്ത. അതിനെ പൂജിച്ചതിന് ശേഷം ആ ലഡുവിനെ പൂജാമുറിയിൽ കൊണ്ടുപോയി വച്ച ശേഷം അച്ഛനും മകനും കൂടി ആഹാരം കഴിക്കും. അതിന് ശേഷമാണ്, എന്നിട്ട് എന്ത് ചെയ്യും, ഭോജൻ കെ ബദ, ആഹാരത്തിന് ശേഷം ഈ പൂജിച്ചു വച്ചിരിക്കുന്ന ലഡു എന്ത് ചെയ്യും, മാം ബാപ്പ് ബേട്ടെ ബെഡുവാ കാലാത്തെ, ആ പൂജിച്ചു വച്ചിരിക്കുന്ന ലഡു അവരെന്ത് ചെയ്യും, ഈ ആഹാരത്തിന് ശേഷം എടുത്ത് കഴിക്കും. ഓക്കെ, ഇപ്പം മനസ്സിലായാലും ഏകദേശം കഥയുടെ ഒരു 2 അതിഥികളെ കൊണ്ടുവന്ന് കഴിക്കുന്നു. പിന്നെ ആ അതിഥികളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, മധുരം വിൽക്കുന്ന കടയിൽ ചെന്ന് 2 ലഡു വാങ്ങിക്കൊണ്ടുവരും. അതിനെ അതിഥിയായിട്ട് സങ്കല്പിച്ച് വച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ സൽക്കരിച്ചൊക്കെ ശേഷം, പൂജിച്ച ശേഷം അതിനെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പൂജിച്ചു വച്ച ലഡു കഴിക്കുമായിരുന്നു. ഇനി നോക്കൂ, ഇനി എന്താ ആകെ ക്യാ ഹോ ഗയാ. ഏക് ദിൻ ജാട്ട് കാ കോയി രാഹഗീർ ന മിലാത്തോ വ ഹൽവായി കി ദുകാൻ സേ ഹി ദോ ബെഡേവു ഖരീദ് ലായ. ഒരു ദിവസം ഇതുപോലെ അവർക്ക് അന്നും സൽക്കരിക്കാൻ 2 പേരെ കിട്ടാത്തത് കാരണം ഹൽവ കടയിൽ പോയി എന്ത് ചെയ്തു, 2 ബെഡേവു, 2 ലഡു വാങ്ങി. ഉന്നേ ജിമാക്കർ ഖർമേ രഖ്ലിയ, അതിനെ എന്ത് ചെയ്തു, വീട്ടിൽ കൊണ്ടുവച്ചു. സംयोग സെ ദോനോ ബാപ്പ് ബേട്ട് ഉന്നേം ഖാൻ നഹീം പായേ. അപ്പോൾ അങ്ങനെ അതിഥികൾ വരാത്ത ദിവസം അവരെന്ത് ചെയ്തു, അതിനെ പൂജയും ആരതിയും ഒക്കെ കഴിച്ച ലഡുവിനെ വച്ചു. എന്നാൽ എന്താ സംഭവിച്ചത് മക്കളെ, സംयोग സെ ദോനോ ബാപ്പ് ബേട്ടെ, ആ 2 അച്ഛനും മകനും എന്ത് ചെയ്തു, ആ കൊണ്ടുവച്ച ലഡു കഴിക്കാൻ മറന്നുപോയി. ദോനോ ബെഡേവു കർക്കെ പൂജാഗ്രഹമേം ഹി രഖി, അവരെന്ത് ചെയ്തു, അത് പൂജാമുറിയിൽ തന്നെ വച്ചിരുന്നു, അവരത് എടുത്ത് കഴിക്കാൻ മറന്നു. അഗലേ ദിൻ ഡോസ് കി തരഹ് ജാഡ് തോ ബെഡേവും കോ ढूंढने चल पड़ा.
എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത ദിവസം അവർ വീണ്ടും വഴിയാത്രക്കാരെ അന്വേഷിച്ചിറങ്ങി. ബഹുത്ത് ഇന്തസാർ കെ ബാദ് ഉസേ ചൗരാഹെ പർ ദോ ബെഡേവും മിൽ ഗയെ. കുറേ നടന്നു, കുറേ പ്രതീക്ഷിച്ചൊക്കെ ഇരുന്നതിന് ശേഷം അവർക്ക് വഴിയിൽ നിന്ന് രണ്ട് ആരെ കിട്ടി? വഴിയാത്രക്കാരെ കിട്ടി. ഔർ ഉന്നേം ആദരപൂർവക ഭോജൻ കരാനെ കർ ലേ ഗയ. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ വളരെ ആദരപൂർവ്വം, സാധാരണ എന്നും കൊണ്ട് ആദരപൂർവ്വം ആഹാരം കഴിപ്പിക്കുന്നതിനായി അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഉന്നേം ബൈഠകമേം ബിടാക്കർ ഖുദ് രസോയിമേം ഭോജൻ പരോസനെ ലഗുകയ. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ അവിടെ സ്വീകരിച്ചൊക്കെ ഇരുത്തിയതിന് ശേഷം അവർക്കായിട്ട് ഭക്ഷണം എടുക്കാനായിട്ട് അവരെന്ത് ചെയ്തു? രസോയിയിലേക്ക് പോയി. രസോയി മാനെ അടുക്കളയിലേക്ക് പോയി. ഉദർ ജാട്ടക്കെ ലടുക്കേക്കോ ബഹുത്ത് ഫൂക്ക് ലഗ് രഹീത്ത്. അപ്പോൾ എന്താണ്? നമ്മുടെ ജാട്ടിൻ്റെ മകൻ ചഞ്ചലാണെന്ന് ആദ്യമേ പറഞ്ഞു അല്ലേ? അവൻ എന്താണ്? വളരെ വലിയ വിശപ്പ് വന്നു. കൊച്ചുകുട്ടിയല്ലേ, അവന് വിശപ്പ് സഹിക്കാനായില്ല. വാ കർമ്മേ രഖി പഹലെ ദിൻ കാ ബെഡേവ് കാനാ ചാത്താ ഥാ. അവൻ എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം അവിടെ വെച്ചിരുന്ന ആ ലഡു കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഉസ്നെ കർക്കെ പീതർ സെ ആവാസ് ദി. അവൻ എന്ത് ചെയ്തു? വീട്ടിനകത്ത് നിന്നും വിളിച്ചു ചോദിച്ചു, പിതാജി മേം ഏക്ക് ബെഡേവു ഖാലും. എന്ത് ചോദിച്ചു? അച്ഛാ, ഞാൻ ഒരു ബെഡേവ് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ട് ആരാണ് കേട്ടുകൊണ്ടിരിക്കുന്ന? അതിഥികൾ അല്ലേ. ദോനോ ബെഡോവൂനെ ഏക് സുനാത്തോ വേ ഖബരാഗേ. രണ്ട് അതിഥികൾ ഇത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. കാരണം ബെഡേവു എന്ന് ഉദ്ദേശിച്ചത് കുട്ടി ഉദ്ദേശിച്ച ലഡുവാണ്. പക്ഷെ ഇവിടെ ബെഡേവു എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരെന്നാണ് അർത്ഥം അല്ലേ. അപ്പം അതായത് ഇവർ ഉദ്ദേശിച്ചത് എന്താണ്? ഇവരെ പിടിച്ച് തിന്നട്ടെ എന്നായിരിക്കും ചോദിച്ചതെന്ന് ഇവർ ഉദ്ദേശിച്ചു. ബേട്ടാ തോടാ രുക്ക് ജാ മേ ഇനെ ഭോജൻ കരാലും തബ് തു ആപ്നെ ഹിസേക്ക ഏക്ക് ബെഡേവു ഖാലേന. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. അപ്പൊ അച്ഛന്റെ മറുപടി എന്താണ്? അച്ഛൻ്റെ മറുപടി, ഇവർക്ക് ഞാനിപ്പോൾ ആഹാരം കൊടുക്കും. ആഹാരം കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നിനക്കൊരു ഭാഗം എടുത്ത് കഴിക്കാമെന്നാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത് മക്കളെ? ബെഡേവുനെ ജാട്ടുക ഉത്തർ സുനാത്തോ ബേച്ചാരെ ഓർ ഖബരാകയ. അച്ഛൻ്റെ ഈ മറുപടിയും കൂടെ കേട്ടപ്പോഴേക്കും അതിഥികൾ ശരിക്കും പേടിച്ചു പോയി അല്ലേ. മകൻ എന്താണ് ചോദിച്ചത്? മകൻ ചോദിച്ചത്, അല്പം ക്ഷമിക്കുക, ഇവർ എന്ത് ചെയ്യുക? ഇവർ ആഹാരം കഴിച്ച് വേണമെങ്കിൽ നീ രണ്ടും കഴിച്ചുകൊള്ളൂ എന്ന് അച്ഛനും മറുപടി പറഞ്ഞു. അപ്പോൾ ആദ്യം മോനെ ഒന്ന് എടുത്തോട്ടെ എന്ന് വെച്ചു. അച്ഛൻ എന്താണ് പറയുന്നത്? ഇത് കഴിഞ്ഞിട്ട് നീ തബുത്തോ കിസേക്ക ഏക്ക ബെഡേവു കാന. നല്ല മറുപടിയല്ലേ. എല്ലാം കൂടെ കേട്ടപ്പോൾ എന്ത് ചെയ്യുക? അതിഥികൾ, ഗസ്റ്റുകൾ ശരിക്കും ഭയന്നു പോയി. നാമാണ് അവിടെ ഇരുന്നെങ്കിലും ശരിക്കും നാമായാലും ഭയന്നു പോകും അല്ലേ. വേ ഡർക്കേ മാരെ ഏക്ക് ദൂസരേക്കാ മൂ ദേഖിനേലേക്ക്. അവരെന്ത് ചെയ്ത്? പേടിച്ചെരുന്ന് പരസ്പരം നോക്കാൻ തുടങ്ങി. ഭോജൻ പരോസനേമേ ദേർ ഹുയീത്തോ ലടുക്കേനെ ഏക്ക് ബാർ ഫിർ പുകാര. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? വിശന്നിരിക്കുക, അതിൻ്റെ വിശപ്പ് വീണ്ടും കൂടുന്തോറും ലഡ്കെ കുട്ടി ഒന്നും കൂടെ വിളിച്ചു, പിതാജി മേന്തോ ഏക്ക് ബെഡേവുക്കോ കാലെത്താഹും. ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ലഡു അല്ലെങ്കിൽ ഒരു ബെഡേവ് കഴിക്കുകയാണ്. മുച്ചെ ബഹുത്ത് ഭൂക്ക് ലഹീഹെ. എനിക്ക് വളരെയധികം വിശപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പിടിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താണ്? ഒന്ന് കഴിക്കാൻ പോകുകയാണ്. ജാട്ട് പോല ബേട്ടാ തോടാ സബ്രക്കം. നീ എന്താണ്? ഒരല്പം ആശ്വസിക്കുക, ഒരല്പം ക്ഷമിക്കുക എന്ന് വീണ്ടും ആര് പറയുന്നു? അച്ഛൻ പറയുന്നു. മുച്ചെ ഇനെ ജിമാൻ ദേ ഫിർ ചാഹേ തോ ദോനോ ബെഡേവു ഖാലേന. നീ എന്ത് ചെയ്യും? നീ ഇപ്പം ഒരല്പം ക്ഷമിക്ക്, ഞാൻ എന്ത് ചെയ്യാം? നിനക്ക് തരാം. അപ്പോൾ എന്ത് ചെയ്യാം? നിനക്ക് ഒന്നല്ല രണ്ട് ബെഡേഹൂന്യം തരാമെന്നാണ് ഇപ്പം അച്ഛൻ പറയുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഇവർക്ക് ഒട്ടും തന്നെ ഇരിക്കാനുള്ള മനസ്സ് വരില്ലല്ലോ. ഭയം കൊണ്ട് ഇവരാകെ ഇതായി കാണും. അബുത്തോ ദോനയും ബെഡേവു ഡാർസെ കാമ്പിനയിലേക്ക്. രണ്ട് വഴിയാത്രക്കാരും കൂടി എന്ത് ചെയ്തു മക്കളെ? പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഉन्होंने सोचा लगता है कि हम किसी नरभक्षी आदमी की चपेट में आ गए हैं. അവരെന്താണ് ചിന്തിച്ചത്? നമ്മൾ ഏതോ നരഭോജികളുടെ കയ്യിലാണ്, മനുഷ്യരെ തിന്നുന്ന ഏതോ നരഭോജികളുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് വഴിയാത്രക്കാർ ചിന്തിച്ചു. ഏക്ക് ബെഡേവു ദൂസരേ സെ ബോല മിത്ര ലഗ്താ ഹേ കി കം ഗലത്ത് ഫസ് ഗയേ. ഒരു യാത്രക്കാരൻ, ഒരു ഗസ്റ്റ് മറ്റൊരാളോട് പറഞ്ഞു, ഏത് ഫ്രണ്ട്, നമ്മളെ ഏതോ തെറ്റിലാണ് കുടുങ്ങിപ്പോയിരിക്കുന്നത്, ഏതോ അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഹുത്തോ കോയി നരഭക്ഷി
പരിവാർ ഹെ. ഇത് ഏതോ നരഭോജികളുടെ ഫാമിലിയാണ്, കുടുംബമാണ്. ലഡ്ക कहता है मैं एक ബഡേവു खाऊंगा और ബാപ്പ് कहता है कि दोनों खा लेना. കുട്ടി പറയുന്നു ഞാൻ ഒന്നിനെ കഴിക്കാന്ന്. അപ്പൊ അച്ഛൻ പറയുവാണ് രണ്ടിനെയും കഴിച്ചോളാനാണ്. ഏ സെരൂർ ഹമേം ഭോജന്മേം ബേഹോഷിക്ക് ദവാ ഖിലാ ദേഗ. ഇവർ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും രീതിയിൽ ഈ ആഹാരത്തിനകത്ത് നമ്മളെ ബേഹോഷി, നമ്മളെന്ത് ചെയ്യും, അബോധാവസ്ഥയിലാക്കുന്ന ഏതെങ്കിലും ദവ, മെഡിസിൻ, മരുന്ന് ഇതിനകത്ത് ചേർത്ത് നമുക്ക് ഫുഡ് തരും. ദോനോ ബെഡേവു ഉട് കടേഹുയെ. രണ്ടുപേരും എന്ത് ചെയ്തു, എഴുന്നേറ്റ് നിന്നു. ദോനോ ബെഡേവു കടേഹുയെ. എന്നിട്ട് എന്താ ചെയ്തത്, അവർ ജാനയിലേക്ക്, എന്നിട്ട് പോകാൻ തുടങ്ങി. ഇത്തിനേമേ ജാട്ട് ഫോജൻ കി താലി ലേക്കർ ആ ഗയ. അപ്പൊ അവര് ചാടി എഴുന്നേറ്റ് പോകാനായിട്ട് നിന്ന അതേ സമയം നമ്മുടെ അച്ഛൻ എന്ത് ചെയ്തു, ആഹാരവുമായിട്ട്, ജാട്ട് എന്ത് ചെയ്തു, ആഹാരവുമായിട്ട് അവിടെ എത്തി. ഉന്നെ ഖടാ ദേക്കർ ബാവു ഉന്നെ ബിഡാനെ ലഗാ തോ വേ ദോനെ ജാട്ട് പർ ബിഗഡ് പടേ. അവരെന്ത് ചെയ്തു, അവരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഇത് കണ്ടുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, അവരെ ഇരിക്കാനായിട്ട്, അവരെ അനുനയിപ്പിച്ച് ഇരിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു, കൂടുതൽ ബഹളം വച്ചു. കാരണം അവർക്ക് ഭയപ്പാടിരിക്കുകയാണല്ലേ. ജാട്ടിനെ ബഹുത്ത് അനുനയ് വിനയിക്ക്, ഒരുപാട് പരിശ്രമിച്ചു. ലേക്കിൻ വേ ദോനോ വഹാംസെ കിസി പ്രകാർ കിസക്കിന ചാത്തേത്. പക്ഷെ അവരിരുന്നില്ല. അവരെന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് കിസക്കിനമാനെ അവിടെ നിന്നും മാറിപ്പോകാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഇസി രോക്കാ ധാമിക്ക് ഷോർഗുൽമേ വഹാം കാഫി ഭീഡ് ഇക്കട്ടി ഹോയി. ഈ ബഹളങ്ങളൊക്കെ നടന്നപ്പോഴേക്കും ഒരുപാട് ആൾക്കൂട്ടം അവിടെ എത്തി. ഭീഡ് മേംസെ കിസീനെ പൂച്ച. ആൾക്കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, പൈ ആഖിർ മസര ക്യാ ഹെ, എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ഓടിക്കൂടിയവരിൽ ഒരാൾ ചോദിച്ചു. ഏക്ക് ബെഡേവു ബോല, ഒരു വഴിയാത്രക്കാരൻ പറഞ്ഞു, ഫായിയോ എഹ് ജാട്ട് ഹമേം ബഹുത്ത് ഹുഷാമത് കർക്കെ ഭോജൻ കരാനേലായാത്ത. നമ്മളോട് വളരെ സ്നേഹരീതിയിൽ പെരുമാറി ഞങ്ങളോട് ചോദിച്ചാണ് എന്ത് ചെയ്താൽ ഞങ്ങളെ ആഹാരം കഴിപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു. കിന്തു യഹാം ആക്കർ പതാ ലഗാക്കി ഏ ബാപ്പ് ബേട്ടെ ഹം ദോനോം കോ ഹി ഖാനാ ചാത്തെ ഹെ. എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ അച്ഛനും മകനും കൂടി ഞങ്ങളെ തിന്നാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇസ്കാ ലഡ്ക കഹത്താ ഹെ കി മേ ഏക്ക് ബഡേവു കാവും. ഇദ്ദേഹത്തിൻ്റെ കുട്ടി പറയുകയാണ്, ഞാൻ ഒരു വഴിയാത്രക്കാരനെ തിന്നും. ഔർ യഹ് കഹത്താ ഹെ കി തു ദോനോ ഖാ ലേന. ഈ അച്ഛൻ പറയുകയാണ്, നീ എന്ത് ചെയ്യും മോനെ, രണ്ടുപേരെയും കഴിച്ചോളൂ എന്ന് അച്ഛൻ പറയുന്നു. പഹലെ മുച്ചെ ഇന്നേം ഭോജൻ കരാനേത്. ആദ്യം എന്ത് ചെയ്തു, മുച്ചെ ഇന്നേം ഭോജൻ കരാനേത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യും, ആഹാരം തരും. ജാട്ടിനെ എഹ് സുനാത്തോ ഖിൽ ഖിലാക്കർ കസ്പട. ഇത് കേട്ട് അച്ഛൻ എന്ത് ചെയ്തു, പൊട്ടിച്ചിരിച്ചു. പിന്നെ ഇത് കേട്ടാൽ ചിരി വരൂലേ അല്ലേ. ജാട്ടക്കോ ഹസ്തേ ദേക്കർ ലോകോനെ ഉസ്കെ ഹസ്നേക്കാ കാരൻ പൂച്ചാത്ത്. ജാട്ടിൻ്റെ ചിരി കേട്ടുകൊണ്ട് ആളുകളെല്ലാം എന്ത് ചെയ്തു, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത് കാരണമെന്ന് ചോദിച്ചു. ഉസ്നെ സബുക്കോ കർമ്മേ രഖേത് ബഡേവൂക്ക രഹസ്യ സമച്ചാതി. ഉടനെ തന്നെ അച്ഛൻ എന്ത് ചെയ്തു, ആ കഥ, വീട്ടിലിരുന്ന ലഡുവിൻ്റെ കഥ അവരോട് പറഞ്ഞു. ഇങ്ങനെ അവരെ അതിഥിയായിട്ട് സങ്കല്പിച്ച് അവിടെ വച്ചിരുന്ന ആ ലഡുവിനെയാണ് എന്ത് പറഞ്ഞത്, ബഡേവു എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ജിനെ ഖാനേക്ക് സിദ് ഉസ്കാ ലഡുക്ക കർദേ. അത് കഴിക്കാനാണ് അവൻ ബഹളം വെച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. കർമ്മേ രഖേ ദോ ബഡുവും ക രഹസ്യ ജാൻ സഭി ലോക് ഖൂബ് കസ്നെ ലഗെ. വീട്ടിരുന്ന ആ ബഡേവു, അതായത് ആ ബഡേവു എന്ന് പറയുന്ന ആ ലഡുവിൻ്റെ കാര്യം അറിഞ്ഞ്, തീർച്ചയായിട്ടും ആ അതിഥികളുടെ കാര്യം അറിഞ്ഞ് ആളുകൾ പോലും ചിരിച്ചുപോയി. ബേച്ചാരെ ബഡേവു തോ ചോമ്പ് സേ ഖസ് രഹ് ജയ്. ഈ പാവപ്പെട്ട ഈ യാത്രക്കാരും എന്ത് ചെയ്തു, അവരും എന്ത് ചെയ്തു, നാണിച്ച് അവരും എന്ത് ചെയ്തു, ചിരിച്ചുപോയി, ലജ്ജിച്ചുപോയി. അവരും ലജ്ജിച്ചു പോയി. വേ സബ്കി ഹസീമേ ഷാമിൽ ഹോഗെ. എല്ലാവരും എന്ത് ചെയ്തു, ചിരിയിൽ ഒത്തുചേർന്ന്. അവർ ഫിർ പ്രേംപൂർവക് ഭോജൻ കർണേ ബൈഠ് ഗയേ. എല്ലാവരും ചിരിക്കുകയും ഒത്തോടൊപ്പം എല്ലാവരും ഈ ഇതിൽ ഒത്തുചേരുകയും സന്തോഷത്തോടുകൂടി ആഹാരം കഴിക്കാനും ഇരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായ ഒരു നാടോടിക്കഥയാണ് ഇത്. അതിരിക്ത വാചനാണ്. ഇതിനകത്തുനിന്ന് മെയിൻ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. നിങ്ങൾ ഈ കഥ വായിച്ച് അതിനകത്തെ കാര്യങ്ങളൊക്കെ കേട്ട് രസിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഈ യൂണിറ്റ് മനസ്സിലായി കാണുമെന്ന് ടീച്ചർ കരുതുന്നു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അത് പുതിയ യൂണിറ്റോടു കൂടി. ഓക്കെ, അപ്പോൾ ബച്ചും ധന്യവാദ്.